സർവലോകാനാം വിഷയേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശ്രീ ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരത് താരാനായക ശേഖരാം സ്മിതമുഖീം ആപീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോത്പലം ബിഭ്രതീം സൗമ്യാം രത്നകടസ്ഥരക്തചരണാം ധ്യായേ പരാം അംബികാം. ആടിച്ചവ മഹോത്സവത്തോടനുബന്ധിച്ച് കല്ലറമഠം ദേവീക്ഷേത്രത്തിൽ നടന്നു വരുന്ന ലളിതാ സഹസ്രനാമ നവാഹ യജ്ഞത്തിൻ്റെ 9ാമത്തെ ദിവസം ഇന്നോടുകൂടി പ്രഭാഷണ പരമ്പര പൂർത്തിയാവുകയാണ്. നാളെ രാവിലെ 8 മണിക്ക് ലക്ഷാർച്ചന ആരംഭിക്കും. 50 പേരെങ്കിലും വന്നാൽ 2 ആവർത്തിയിൽ നമുക്ക് അർച്ചന തീർക്കാം. അതിൽ കുറഞ്ഞാൽ 3 ആവർത്തി, മാക്സിമം 3 ആവർത്തിയെ സമയം കിട്ടുള്ളൂ. ഇപ്പോൾ ലക്ഷാർച്ചന ആവണമെങ്കിൽ 100 പേർ അർച്ച ചെയ്തിരിക്കണം. അതിനുള്ള രീതിയിൽ ആളുകൾ വരണം. 3 ആവർത്തിയേ ഉള്ളൂ. 10 പേർ വന്നാൽ 10 പ്രാവശ്യം വെച്ച് ചെയ്തുകൊണ്ടിരുന്ന വൈകുന്നേരം വരെ ആകും. അതുകൊണ്ട് 3 ആവർത്തി അർച്ചന. അത് 50 താഴെ വന്നാൽ 3 ആവർത്തി, 50 പേര് വന്നാൽ 2 ആവർത്തി. അതോടുകൂടി ഈ ലളിതാ സഹസ്രനാമ നവാഹ യജ്ഞം സമാപ്തിയാകും. അങ്ങനെ കല്ലറമഠം ദേവീക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾ എല്ലാവരും സഹകരിച്ച് ഈ യജ്ഞം ഇതുവരെ ഈ 9 ദിവസം നടന്നതുപോലെ നാളെയും അത് നല്ല രീതിയിൽ സമ്പൂർണമായി ആ യജ്ഞം പൂർത്തിയാക്കാനുള്ള ഒരു സഹകരണം എല്ലാവരിൽ നിന്നും ഉണ്ടാകണം എന്ന് ഞാൻ ക്ഷേത്ര ഭാരവാഹികളുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. ഈ പ്രോഗ്രാം യൂട്യൂബിൽ അവൈലബിൾ ആണ്. പലർക്കും അത് അറിയില്ല എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാം. കഴിഞ്ഞ 9 ദിവസത്തെ 3 ദിവസത്തെ പ്രോഗ്രാം വീഡിയോസിലുമുണ്ട്, ലൈവിൽ ഇന്നത്തതുമുണ്ട്. ലൈവിൽ മുഴുവൻ വരില്ല, ഒരു കുറച്ച് 3/4 ഭാഗമേ വരുള്ളൂ, കാരണം നെറ്റിൻ്റെ പ്രോബ്ലം. പക്ഷേ ഈ തിങ്കളാഴ്ചയോട് ആകുമ്പോൾ ഈ 9 പ്രോഗ്രാമും ആ വീഡിയോസിൽ കിട്ടും. നിങ്ങൾക്ക് ഡേയ്സ് വെയിറ്റ് കിട്ടും. ഏത് പദം മുതൽ ഏത് പദം വരെ എഴുതി കിട്ടും. അതെല്ലാവരും കാണുക, പരിചയമുള്ളവർക്കെല്ലാം കൊടുക്കുക. കണ്ടാൽ മാത്രം പോരാ, അതിൻ്റെ താഴെ എന്തെങ്കിലും ഒരു കമൻറ്റ്, ആ നിങ്ങൾ കണ്ട വീഡിയോയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനെപ്പറ്റി ഒരു 2 വാക്ക്. ഇപ്പോൾ ഭക്തഗീതയ്ക്ക് ഗണനാഗനായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിവരണം വളരെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് എന്ത് കമൻറ്റ്സ് വേണമെങ്കിലും എഴുതാം. ഫേവറായിട്ട് അതിന് എഴുതണമെന്ന് പറഞ്ഞില്ല. ഈ കമൻറ്റ് എഴുതിയാൽ മാത്രമേ ആ വ്യൂവർഷിപ്പിന് വിലയുള്ളൂ. അത് കമൻറ്റ് എഴുതണം, എങ്കിലേ അത് ധാരാളം പേര് കാണുന്നുണ്ട്, എനിക്ക് അത് എഴുതി വരുന്നുണ്ട്, ആ വ്യൂവർഷിപ്പ് വരുള്ളൂ. എന്തെങ്കിലും കാരണവശാൽ ആർക്കെങ്കിലും നെറ്റ് കിട്ടിയില്ലെങ്കിൽ ആ ഫോൺ നമ്പർ വാങ്ങിച്ച് ആയെന്നൊരു മെസ്സേജ് വാട്സാപ്പിൽ അയച്ചാൽ ആ ലിങ്ക് ഞാൻ അയച്ചു തരാം. ഞാൻ പറഞ്ഞു, ഇന്നലെ 2 പേർ എനിക്ക് മെസ്സേജ് അയച്ചു, അവർക്ക് ഞാൻ അത് അയച്ചു കൊടുക്കുകയും ചെയ്തു. എല്ലാവരും കാണണം, ഒന്നുകൂടി ഇത് കേൾക്കാനുള്ള സൗകര്യം നിങ്ങൾക്കും പരിചയമുള്ളവർക്കും. ആരെല്ലാം ലളിതാ സഹസ്രനാമം പഠിക്കാൻ ആഗ്രഹിക്കുന്നുവോ ജപിക്കുന്നുവോ അവരെല്ലാവരും ഇത് കേട്ടിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതാണ് ഈ പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, എങ്കിൽ കുറച്ചും കൂടി അവർക്കത് പ്രയോജനപ്പെടും. ആ രീതിയിൽ എല്ലാവരും ആർക്കെല്ലാം പരിചയമുണ്ടോ അവരിലെല്ലാം ഈ സന്ദേശം എത്തിച്ച് ഈ വീഡിയോ കാണാനുള്ള ഒരു സൗകര്യം അവർക്ക് ഉണ്ടാക്കുക. ഹയഗിരി വ്യവസ്ഥ സംവാദമായി പറഞ്ഞിട്ടുള്ള ലളിതാ സഹസ്രനാമത്തിൽ 940ാമത്തെ പദം പരാമോദായേ നമഃ. അവരെ നമ്മളെ കണ്ടു. പരമാനന്ദ സ്വരൂപിണിയായ ദേവിക്ക് നമസ്കാരം. മനോന്മയേ നമഃ. മനസ്സായി വിളങ്ങുന്ന ദേവിക്ക് നമസ്കാരം. എന്താണ് മനസ്സ്? ശുദ്ധമായ മനസ്സ് തന്നെയാണ് ബ്രഹ്മം. ശുദ്ധമായ മനസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനസ്സുകൊണ്ടോ ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ ഈശ്വരനാണ് സത്യം എന്ന ഈശ്വര വിശ്വാസത്തോടെ ഇരിക്കുന്ന ആ മനസ്സാണ് ശുദ്ധമായ മനസ്സ്. ആ മനസ്സായിരിക്കുന്നവൾ ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
ദേവിയെ ആരാധിക്കുന്നവർക്ക്, ദേവി ഭക്തൻ എന്ന് അവകാശപ്പെടുന്നവർക്ക് അങ്ങനെയുള്ള മനസ്സ് ഉണ്ടാവണം. തീർച്ചയായിട്ടും ഉണ്ടാവും, യാതൊരു സംശയമില്ല. ആത്മാർത്ഥമായി ഭക്തി കാണിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും ആ മനസ്സ് നല്ല മനസ്സായി വരും. നല്ല മനസ്സെന്ന് പറഞ്ഞാൽ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാനുള്ള മനസ്സ്, പരിശുദ്ധമായ മനസ്സെന്നർത്ഥം. വ്യോമകേശ്യേ നമഃ, ആകാശമാകുന്ന തലമുടിയോട് കൂടിയവൾ ദേവി. നീലചുകുലായി നമഃ എന്ന് വന്നില്ല, അതെനിക്ക് പറയാമെന്ന് വിട്ടുപോയി. നീല നിറത്തിലുള്ള കേശത്തോട് കൂടിയവൾ എന്ന് പറയാൻ കാര്യം ആകാശം, ദേവിയുടെ കേശമാണ് ആകാശം. അപ്പൊ നോക്ക്, കേശമേ എങ്ങനെയാണെങ്കിൽ ആ തല എത്രയായിരിക്കും, ആ രൂപം എത്രയായിരിക്കും, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ശരിക്കും ആകാശം നീലമാണ്, മേഘം വരുന്നത് കൊണ്ടാണ് നിറം മാറുന്നത്. നല്ല തെളിഞ്ഞ ആകാശമാണെങ്കിൽ നീല നിറത്തിലിരിക്കും എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ദേവിയുടെ ആ കേശമായിട്ടാണ് ആകാശത്തെ സങ്കല്പിക്കുന്നത്. അതാണ് നീലചിപുരായ നമഃ എന്ന പദം വന്നത്. വിമാനസ്ഥായ നമഃ, വിമാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി. ഇവിടെ വിമാനം എന്ന് പറഞ്ഞാൽ അമ്പലത്തിന് മുകളിലുള്ള ഗോപുരത്തിന് വിമാനം എന്ന് പറയും. ഇവിടെ ശരിക്കും ഉള്ളർത്ഥം വിമാനം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം. കാരണം പരന്നിരിക്കുന്ന, എങ്ങും നിറഞ്ഞിരിക്കുന്ന, ഇല്ലാത്തൊരു സ്ഥലമില്ല. ആ ബ്രഹ്മമാണ്, ആ ബ്രഹ്മമായി ഇരിക്കുന്നവൾ ദേവി. വജ്രംഗേ നമഃ, വജ്രായുധം ധരിച്ച ദേവിക്ക് നമസ്കാരം. വാമകേശ്വരേ നമഃ, വാമകേശ്വര തന്ത്രത്തിൽ പ്രതിപാദിക്കുന്ന ഈശ്വരിയായ ദേവി അർത്ഥം. വാമകേശ്വരൻ എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ എന്ന് അർത്ഥമുണ്ട്, പരമേശ്വരന്റെ ശക്തി. പഞ്ചയജ്ഞപ്രിയായ നമഃ, പഞ്ചയജ്ഞങ്ങളിൽ പ്രീതിയുള്ളവൾ. 5 വിധമായ യജ്ഞമുണ്ട്. യജ്ഞം എന്ന് പറഞ്ഞാൽ മനസ്സിന് സന്തോഷത്തെ കൊടുക്കുന്ന കാര്യം എന്നർത്ഥം. എന്തെല്ലാമാണ് 5 യജ്ഞം? ദേവയജ്ഞം, പിതൃയജ്ഞം, ബ്രഹ്മയജ്ഞം, ഭൂതയജ്ഞം, മനുഷ്യയജ്ഞം. ഇവയാണ് പഞ്ചയജ്ഞങ്ങൾ. നാമമന്ത്രം ജപിക്കുക, ആരാധിക്കുക, ഇതെല്ലാം ദേവയജ്ഞം. പിതൃകർമ്മങ്ങൾ, ശ്രാദ്ധാദി കർമ്മങ്ങൾ ചെയ്യുക, പിതൃയജ്ഞം. ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത് ഈശ്വരനാണ്, ബ്രഹ്മമാണ് സത്യം എന്നുള്ള ഉണർവോടുകൂടി നമ്മൾ ആരാധിക്കുക. ഭൂതയജ്ഞം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന കാര്യം. എന്താണ് പഞ്ചഭൂതങ്ങൾക്ക് നാം എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ, പഞ്ചഭൗതികമായ ഈ ശരീരം പഞ്ചഭൂതങ്ങൾക്കുള്ളതാണ്. അതാണ് ഭൂതയജ്ഞം. ഇനിയൊന്ന് എന്താന്ന് പറഞ്ഞാൽ, ഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ളതെല്ലാം എന്നർത്ഥം. ജീവനുള്ള എല്ലാ വസ്തുക്കളും, അവർക്കെല്ലാം കൊടുക്കുന്ന, ഒരു പക്ഷിക്കോ ഒരു മൃഗത്തിനോ പശുവിന് പുല്ലിടുന്നതോ, ഒരു പക്ഷിക്ക് ആഹാരം കൊടുക്കുന്നതോ, അല്ലെങ്കിൽ ഒരു നായ്ക്ക് ആഹാരം കൊടുക്കുന്നതോ, എന്തായാലും ചെറുതിന്, ഇതെല്ലാം ആ ജീവജാലങ്ങളുടെ ഇത് കിട്ടുന്നതിന് വേണ്ടി. പല വാട്സാപ്പിൽ ഇപ്പോൾ വരുന്നുണ്ട്, ഒരു മയിൽ വിശക്കുന്ന സമയത്ത് ആ ഏരിയയിലുള്ള ഏതെങ്കിലും ഒരു വീട്ടിൻ്റെ നാളെയിൽ കയറുന്ന ശബ്ദിച്ച് നോക്കും. വന്നില്ലെങ്കിൽ അകത്ത് കയറി ഒരു മടിയില്ലാതെ അകത്ത് കയറി നടന്ന് വാതിൽ തട്ടും, 2 സ്റ്റെപ്പ് ഉള്ളിൽ പോകും, അല്ലെങ്കിൽ അടുത്ത മുറി വരെ സ്വാതന്ത്ര്യമായിട്ട് കയറും. അതിനപ്പുറം പോവില്ല. ആഹാരം കൊണ്ട് കൊടുക്കും അവർ. അതൊരു യജ്ഞമാണ്. കാരണം എന്താ, അതിന് ചോറ് വെച്ച് കഴിക്കാൻ അറിഞ്ഞൂടല്ലോ മയിലിന്, അല്ലേ? അതിന് ഗ്യാസ് ഒന്നും കിട്ടൂല, അതിന് കുക്കിംഗ് അറിഞ്ഞൂടാ. നമ്മൾ എന്തെങ്കിലും ചെയ്ത് കൊടുത്താലേ അത് കഴിക്കുള്ളൂ താല്പര്യം. പക്ഷെ അതിന് എന്ത് വേണമെങ്കിലും കഴിക്കാം. പക്ഷെ എന്തുകൊണ്ട് ഈ വീട്ടിൽ വന്ന് തന്നെ കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഏതോ ഒരു ജന്മത്തെ പുണ്യകർമ്മങ്ങൾ ചെയ്ത ഒരു ജീവനാണ് ആ മയിലായി ജനിക്കുന്നത്. അതുകൊണ്ട് കണ്ണിൽ കണ്ടതൊന്നും അത് കഴിക്കില്ല. വീട്ടിലുണ്ടാക്കിയ സാത്വികമായ ഭക്ഷണമാണ് അതിന് വേണ്ടത്. ഇതുപോലെ നമ്മൾ ചെയ്യുന്നതെല്ലാം ബോധയജ്ഞം. മനുഷ്യയജ്ഞം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ചെയ്യുന്ന സഹായങ്ങൾ കാര്യങ്ങൾ മനുഷ്യയജ്ഞം. ഈ പഞ്ചയജ്ഞങ്ങളിലും എല്ലാവരും അനുഷ്ഠിക്കേണ്ടതാണ്. അതിൽ പ്രീതിയുള്ളവരെന്ന് പറഞ്ഞാൽ ഈ 5 യജ്ഞങ്ങളും ചെയ്യുന്നവരുടെ മനസ്സാണ് പരിശുദ്ധമായ മനസ്സ്. പൂർണ്ണമായ മനസ്സുള്ളവർക്കേ ഇതെല്ലാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പഞ്ചപ്രേത പഞ്ചാതി ശായിന്യേ നമഃ. 5 ദേവന്മാർ, ബ്രഹ്മ, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ. 4 കാലിലും സദാശിവൻ എന്ന പലകை. അതാണ് ദേവി ഇരിക്കുന്ന മഞ്ചം. മഞ്ചം എന്ന് പറഞ്ഞാൽ കട്ടിൽ. ദേവിയുടെ കട്ടിലിന്റെ 4 തൂണ് ആ പലക. ഒന്ന് ബ്രഹ്മ, ഒന്ന് വിഷ്ണു, ഒന്ന് രുദ്രൻ, ഒന്ന് ഈശ്വരൻ, ഒന്ന് സദാശിവൻ. ബ്രഹ്മ ആരാണ്? സൃഷ്ടികർത്ത. സൃഷ്ടികർത്തരെ ബ്രഹ്മരൂപ. ഗോത്രേ ഗോവിന്ദരൂപിണി, വിഷ്ണു രക്ഷിക്കുന്നവൻ. സംഹാരണി രുദ്രരൂപ, സംഹരിക്കുമ്പോൾ രുദ്രൻ രൂപം ധരിക്കുന്ന രുദ്രൻ. തിരോധാനകരി ഈശ്വരി.
ഈശ്വരൻ എന്ന് പറഞ്ഞ് തിരോധാനം ചെയ്യുന്നവൻ. സദാശിവാനുഗ്രഹത, ആ സദാശിവൻ അനുഗ്രഹം, പഞ്ചകൃത്യപരായണ. ഇത് തന്നെയാണ് അഞ്ചെണ്ണം. അപ്പൊ എന്തുകൊണ്ട് പ്രേതപഞ്ചാതിശായിന്യമാണ്? പ്രേതം എന്ന വാക്ക് ഇങ്ങനെ വന്നു പറഞ്ഞാൽ സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം ഇതെല്ലാം കഴിഞ്ഞ് മഹാപ്രളയം വന്ന് അണ്ടചരാചരങ്ങളും സമുദ്രത്തിനടിയിൽ പോയി ആ ജീവജാലങ്ങളെ മുഴുവൻ തന്റെ ഉദരത്തിൽ വെച്ച് സംരക്ഷിക്കുന്ന ദേവി ഇനി ഒരു സൃഷ്ടി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇനാക്റ്റീവ് സ്റ്റേജ്, ചലനമില്ലാത്ത അവസ്ഥ, അതാണല്ലോ പ്രേതം എന്ന് പറയുന്നത്. പ്രേതം എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ല, അതാണ്. അജീവൻ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ല, അജീവനില്ലാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് ശരീരത്തിന് പ്രേതം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 4 ദേവന്മാർ, സദാശിവൻ എന്ന പലക, അതിന്റെ പുറത്ത് ശിവൻ നാകുന്ന മഞ്ചം, അതിന്റെ പുറത്ത് ദേവി ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ ശക്തികളും മഹാപ്രളയകാലത്ത് ആ ബ്രഹ്മ വിഷ്ണുവിലേക്കും, വിഷ്ണു രുദ്രനിലേക്കും, രുദ്രൻ ഈശ്വരനിലേക്കും, ഈശ്വരൻ സദാശിവനിലേക്കും, ആ സദാശിവൻ ശിവനിലേക്ക്, ആ ശിവനും പാർവതിയും മാത്രമായിട്ട് ശിവശക്തിയേക്ക് രൂപമായിട്ടിരിക്കുന്നതാണ് ബ്രഹ്മസ്വരൂപം. അതാണ് എല്ലാത്തിനും മുകളിൽ ദേവി ഇരിക്കുന്നതായിട്ട് ആ പടം നമ്മൾ കാണുന്നത്. ദേവിയുടെ സാന്നിധ്യമില്ലെങ്കിൽ ശവന്മാരായി പോകും ഈ 4 ദേവതമാരും എന്ന് പറഞ്ഞാൽ ശക്തി ഇല്ലെങ്കിൽ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. ബ്രഹ്മാവിന് ശക്തി, സരസ്വതി ഉണ്ടെങ്കിൽ ബ്രഹ്മാവിനെ സൃഷ്ടി ചെയ്യാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല ഈ 4 ദേവന്മാരെ സൃഷ്ടിച്ച് അവരുടെ ശക്തികളെ സൃഷ്ടിക്കുന്നത് ദേവി തന്നെയാണ്. അതുകൊണ്ടാണ് സൃഷ്ടികർത്തൃ ബ്രഹ്മരൂപ ഗോത്രേ ഗോവിന്ദരൂപി നമ്മൾ സ്തോത്രം ചെയ്യുന്നത്. അപ്പൊ ആ ശക്തി ഇല്ലാത്ത അവസ്ഥ, കാരണം അവിടെ പ്രക്രിയ വേണ്ട, കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, നിശ്ചലമായ അവസ്ഥ നടത്താം. അതാണ് പ്രേതം. അതിനെ ആസമായി കൊണ്ടവൾ എന്ന് പറഞ്ഞാൽ നിശ്ചലമായ അവസ്ഥയിലും ചലനാവസ്ഥയിലും ഇരിക്കുന്നതാണ് ബ്രഹ്മം. കാരണം ഒരെണ്ണം വേണമല്ലോ, എങ്കിലും അടുത്ത സൃഷ്ടി തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. അതാണ് അനുഗ്രഹം. സദാശിവൻ അനുഗ്രഹം വന്നു കഴിഞ്ഞാൽ എന്താണ് അനുഗ്രഹം? അടുത്ത സൃഷ്ടി തുടങ്ങുമ്പോൾ അവരവരുടെ പാപപുണ്യ ഫലം അനുസരിച്ച് അവരവർക്ക് എന്നും കിട്ടും നടത്താം. പാപം മട്ടും ചെയ്ത ചെടികൾ, കുടികൾ, മരങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ, പുണ്യം മട്ടും ചെയ്ത ഈശ്വര തുല്യമായ പദവികൾ. സ്വാമി വിവേകാനന്ദ, ജഗദ്ഗുരുആദിശങ്കര, പരമഹംസ, രമണ മഹർഷി, ഇതുപോലുള്ള ഉയർന്ന ആ ചിന്തയിലുള്ള ആളുകൾ, അവരെല്ലാം അവരുടെ ശക്തി കൊണ്ട് പല നല്ല കാര്യങ്ങൾ ചെയ്തു എന്നല്ലാതെ ആ ശക്തിയെ ഉപയോഗിച്ച് സമ്പാദിക്കാനായിട്ട് അവരാരും തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഈശ്വര തുല്യമായ പദവികൾ എന്ന് പറയാൻ കാര്യം. പാപപുണ്യ മിശ്രിതമായാൽ മനുഷ്യജന്മം, പാപം കുറച്ച് ചെയ്ത് പുണ്യം ധാരാളം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള മനുഷ്യജന്മം. നമ്മളെപ്പോലുള്ള മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈശ്വര വിചാരം, ഭഗവത് ഭക്തി, ഇതുപോലുള്ള സത്കർമ്മങ്ങൾ ചെയ്യാനുള്ള ആ മനസ്സ്, ആ സൗകര്യം, ഇതെല്ലാം പുണ്യകർമ്മത്തിന്റെ ഫലമായിട്ട് മാത്രമേ സിദ്ധിക്കുകയുള്ളൂ. താല്പര്യം ലളിതാ സഹസ്രനാമ പുസ്തകത്തിന് തൊടണമെങ്കിൽ പോലും അതിനുള്ള പുണ്യം ചെയ്തിരിക്കണം, എങ്കിലേ അനുഗ്രഹം നമുക്ക് കിട്ടുകയുള്ളൂ. താല്പര്യം ഇതാണ് വീണ്ടും തുടങ്ങുന്നത്. അതുകൊണ്ടാണ് പഞ്ചപ്രേത മഞ്ചാതി ശായിനിമ, 5 പ്രേതങ്ങളായ നമുക്ക് മഞ്ചത്തിന് പുറത്തിരിക്കുന്ന ദേവി എന്ന് ഞാൻ സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ പദം 26ാമത്തെ തത്വമായ ബ്രഹ്മത്തെ കുറിക്കും. പഞ്ചമ്യേ നമഃ, സദാശിവഭക്തിയായ ദേവിക്ക് നമസ്കാരം. അത് ദേവിയുടെ പര്യായം. പഞ്ചഭൂതേശ്വരേ നമഃ, പഞ്ചഭൂതങ്ങൾക്ക് മരീശ്വരിയായ ദേവിക്ക് നമസ്കാരം. പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഈ പഞ്ചഭൂതങ്ങളുടെ ചേർക്കയാണ് നമ്മൾ കാണുന്ന എല്ലാ വസ്തുക്കളും. ഏത് വസ്തു എടുത്താലും ഈ പഞ്ചഭൂതങ്ങൾ ഏതെങ്കിലും 1, 2, 3, ചിലപ്പോൾ 5 വസ്തുക്കൾ അതിൽ ചേർന്നിരിക്കും. പഞ്ചസംഖ്യോപചാരിണ്യേ നമഃ, 5 സംഖ്യയാൽ ഉപചാരിക്കപ്പെട്ടവൾ. കേൾക്കുമ്പോൾ ആ പദം എന്തോ വലുതാണെന്ന് തോന്നും, സിമ്പിളാണ്. ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, നൈവേദ്യം, അത്രയേ ഉള്ളൂ. ഗന്ധം, ചന്ദനം, ഗന്ധം, പുഷ്പം അർച്ചിക്കുന്നത്, ധൂപം, ദീപം, ധൂപം കാണിക്കുക, ദീപം കാണിക്കുക, നിവേദിക്കുക. ഈ 5 കാര്യം മാത്രം ചെയ്താൽ മതി, ദൈവ സന്തുഷ്ടയാകുക. അതാണ് പഞ്ചസംഖ്യോപചാരിണ്യേ നമഃ. ശാശ്വത്യേ നമഃ, നിത്യയായ ദേവിക്ക് നമസ്കാരം. എന്നുമുള്ളവൾ,
ഇല്ലാത്തൊരു അവസ്ഥ ഇല്ലാത്ത. കാരണം എന്താ? സത്യം എന്നും ഉണ്ടാകും. ശാശ്വത ഐശ്വര്യായ ശാശ്വതമായ ഐശ്വര്യത്തോട് കൂടിയവൾ. ഐശ്വര്യം എന്നുള്ളത് ഈശ്വരത്വം. ഈശ്വരത്വം എല്ലാവർക്കും ഐശ്വര്യത്തെ കൊടുക്കുന്നത് ഈശ്വരന്റെ പ്രഭാവം. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഉടനെ മനസ്സിലാക്കണം, എല്ലാം തന്നിട്ട് അതിനനുഭവിക്കാനുള്ള ആയസ്, ആരോഗ്യം, അവസരം, ഇത് മൂന്നും ചേർന്ന് കിട്ടിയാലേ ഐശ്വര്യം പൂർണ്ണമാവുകയുള്ളൂ. ശർമ്മദായേ നമഃ ശാന്തിയും ആനന്ദവും നൽകുന്നവൾ. സമാധാനവും അസമാധാനത്തിലൂടെ ആനന്ദവും നൽകുന്നവൾ ദേവി. ശംഭു മോഹിനിയേ നമഃ ശിവനെ മോഹിപ്പിക്കുന്ന ദേവിക്ക് നമസ്കാരം. കാരണം കാമദേവനെ പോലും തൃക്കൺകൊണ്ട് ഭസ്മമാക്കിയ പരമേശ്വരൻ ദേവിയുടെ മുഖം നോക്കുമ്പോൾ ആ ക്രോധം ശമിച്ച് അവിടെ ശാന്തനായി മാറിയെന്നാണ് പാർവതി പരിണത്തിൽ ആ കഥയിൽ പറയുന്നത്. അതുകൊണ്ട് ശംഭുവിനെ പോലും മോഹിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാലും മോഹിപ്പിക്കാൻ പറ്റാത്ത ഒരു തത്വമാണ് ശിവൻ. ശിവനെ പോലും മോഹിക്കുക എന്ന് പറഞ്ഞാൽ ദേവിയുടെ പ്രഭാവത്തെ കാണിക്കുന്ന വസ്തു. ജീവജാലങ്ങളെ ധരിക്കുന്നവൾ. എല്ലാ ജീവജാലങ്ങളെ ധരിക്കുന്നവൾ, ജീവസ്വരൂപമായി ഇരിക്കുന്നവൾ ദേവി. ധരസുതായേ നമഃ. ഇവിടെ ധരൻ എന്ന് പറഞ്ഞ പർവ്വതം. ഹിമവത് പുത്രി. ധന്യായേ നമഃ. അനന്തമായ ധനസൗഭാഗ്യമുള്ളവൾ ദേവി. അനന്തമായ ധനസൗഭാഗ്യമുണ്ട്. ഒരാൾക്കൊന്ന് കൊടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലേ കൊടുക്കാൻ സാധിക്കൂ. അനന്തമായ ധനമാണ് ദേവിയുടെ കയ്യിൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ധനം എന്ന് പറഞ്ഞാൽ പണം എന്നും അർത്ഥമുണ്ട്, വിദ്യ എന്നും അർത്ഥമുണ്ട്. ലൗകികമായ അർത്ഥം ധനം, അനന്തമായ ധനമാണ്. അവിടെ ഫൈനാൻഷ്യൽ പ്രോബ്ലം ഒന്നും ദേവിക്ക് ഇല്ല. അനുഗ്രഹം നൽകുന്നതിൽ ഒരു വിഷമവും അവർക്കില്ല. ഇഷ്ടംപോലെ അനുഗ്രഹം നൽകും. എത്ര പേര് പോയാലും കൊടുത്തുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ വിദ്യാകുന്ന ധനവും അതിന് ഒരു കുറവുമില്ല, ഒരു പരിധിയുമില്ല. ഇത്ര പേർക്കുള്ളൂ, ഇത്ര പേർക്കില്ലാത്ത നോ സ്റ്റാക്ക് നാളെ എന്നൊന്നും അവിടെ പറയാനില്ല എന്നർത്ഥം. കാരണം എന്താ? എല്ലാത്തിനും ഉറവിടമാണ് ദേവി. അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ അവിടേക്ക് വേറെ എവിടെ നിന്ന് വരും? അല്ലേ? ബ്രഹ്മമാണ്. എല്ലാം തികഞ്ഞതാണ്, പൂർണ്ണ സ്വരൂപമാണത്. അതാണ് നേരത്തെ പറഞ്ഞു, ഒരു അംശം നിന്ന് മാറ്റാൻ പറ്റാത്തതാണ് ഈശ്വര സ്വരൂപം എന്ന് പറഞ്ഞു. പൂർണ്ണതയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ധരസുതായേ നമഃ, ധന്യായേ നമഃ, ധർമ്മിണ്യേ നമഃ, ധർമ്മസ്വരൂപിണി. ധർമ്മം എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് ധർമ്മം. നമ്മുടെ കടമ നമ്മൾ ചെയ്തേ പറ്റും, അത് ധർമ്മം. ആ ധർമ്മത്തിന്റെ സ്വരൂപമായിരിക്കുന്നവൾ ദേവി. ധർമ്മവർദ്ധിന്യേ നമഃ. ധർമ്മസ്വരൂപിണി മാത്രമല്ല, ധർമ്മത്തെ വളർത്തുന്നവൾ ദേവി, വർദ്ധിപ്പിക്കുന്നവൾ ദേവി. അപ്പോൾ ആ ദേവി ആരാധന ചെയ്യുന്നതിലൂടെ, ആ ദേവി ഭക്തി കാണിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിൽ ആ ധർമ്മം എന്നുള്ള ആ ഒരു ഉണർവ് നമുക്ക് കൂടി വരും. കൂടി വരും. അതാണ് ധർമ്മത്തെ വർദ്ധിപ്പിക്കുന്നവൾ. ലോകാതീതായ നമഃ. പ്രപഞ്ചത്തിലെല്ലാം അതീതമായവൾ ദേവി. കാരണം പ്രപഞ്ചത്തിന് അതീത എന്ന് പറയാൻ കാര്യം, പ്രപഞ്ച സ്വരൂപിണിയായ ദേവി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം നമുക്ക് ഏകദേശം കണ്ണിൽ കാണാൻ പറ്റുമല്ലോ, ഇത്രയേ ഉള്ളൂ എന്നുള്ളത്, അല്ലെ? ഒന്നുമില്ലെങ്കിൽ മാപ്പിലെങ്കിലും കാണാൻ പറ്റും, ഇത്രയേ ഉള്ളൂ. അപ്പോ ആ ഈശ്വര സ്വരൂപം നമ്മുടെ ചിന്തയ്ക്കുള്ളിലും നമ്മുടെ ദൃഷ്ടിക്കുള്ളിലും ഒതുങ്ങിപ്പോകും. മനോവാചാമ ഗോചരം. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ തീരുമാനിക്കാൻ പറ്റാത്തതാണ് അതിന്റെ രൂപം എന്ന് പറയുമ്പോൾ അതിനെല്ലാം അതീതമാണ്. അതാണ് ലോകാതീതായ നമഃ. സ്ഥൂലാർത്ഥത്തിൽ മഹാകൈലാസത്തിൽ വസിക്കുന്നവൾ എന്നർത്ഥം. സൂക്ഷ്മമായ അർത്ഥം എന്നും നിറഞ്ഞത് നമുക്ക് ഇന്നെത്രയേ ഉള്ളൂ എന്ന് പരിധിയില്ലാത്തത് സ്ഥൂലാർത്ഥത്തിലെടുക്കാം. ഗുണാതീതായ നമഃ. ഗുണം എന്ന് പറഞ്ഞാൽ സത്വം, രജസ്, തമസ്, 3 ഗുണങ്ങൾ. 3 ഗുണങ്ങളോടെ ഉള്ളത് മായയ്ക്കുള്ളിലുള്ള വസ്തുക്കൾ. ദേവി മായയ്ക്ക് അതീതിയാണ്. അതുകൊണ്ട് ഗുണത്തിന് അതീതിയായവൾ ഗുണാതീതായ നമഃ. സർവാതീതായ നമഃ. എല്ലാം പറഞ്ഞു, എല്ലാത്തിനും അതീതിയായവൾ. കാരണം എല്ലാത്തിനും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അവിടെ നമ്മൾ ആ ഒരു ലിമിറ്റേഷനിൽ വന്നുപോയി. അങ്ങനെ ലിമിറ്റേഷനിൽ കൊണ്ടുവരാൻ പറ്റാത്തതാണ് ഈശ്വര സ്വരൂപം. അതുകൊണ്ട് സർവാതീതായ നമഃ.
ശരാത്മികായ നമഃ, ശമസ്വരൂപിണിയായ ദേവിക്ക് നമസ്കാരം. ആനന്ദ സ്വരൂപിണി എന്നർത്ഥം. ബന്ധുക കുസുമപ്രഖ്യായ നമഃ, ബന്ധുക പുഷ്പം പോലെ ചുവപ്പ് നിറമുള്ള ദേവിക്ക് നമസ്കാരം. ബാലായ നമഃ, ബാലികാരൂപിണിയായ ദേവിക്ക് നമസ്കാരം. ബാലാത്രിപുര സുന്ദരി നമ്മൾ പറയുന്നത് മഹിഷാസുരനെ വധം ചെയ്യാനായിട്ട് ഒരു ബാലികയായിട്ടാണ് ദേവി അവതരിക്കുന്നത്. ആ സ്വരൂപത്തോടു കൂടിയ ദേവി. ലീലാ വിനോദിന്യേ നമഃ, പ്രപഞ്ച ലീലയിൽ വിനോദം കൊള്ളുന്നവൾ ദേവി. പ്രപഞ്ച ലീലയിൽ വെളിയിൽ കൊള്ളുന്നു പറഞ്ഞാൽ ഈ ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നത് ഒരു ലീലയായി നിർത്തുന്നവൾ. തമിഴൊരു പാട്ടുണ്ട്, ഞാനൊരു വിളയാട്ട് പിള്ളയാ ജഗൻമോഹി. ഞാനത് നിന്റെ കളിപ്പാട്ടമാണോ നമ്മൾ ചോദിക്കുന്നത്? അത്ര കണ്ട ഒരു സഖാമാർഗമാണ് ദേവിയോ. എന്നിട്ട് ഇങ്ങനെ നീ കഷ്ടപ്പെടുത്തുന്നത് വിളിക്കുന്നല്ലോ, ഞാനത് നിന്റെ കളിപ്പാട്ടമാണ്. ശിവാനന്ദ ലഹരിയിൽ പറയുന്നത് നമ്മളെല്ലാം കളിപ്പാട്ടം തന്നെയാണ്. പരമേശ്വരന്റെ ക്രീഡാരംഗമാണ് ഈ ലോകം. നമ്മളെല്ലാം ക്രീഡാമൃഗങ്ങൾ. ചെസ്സായി കണക്കാക്കിയാൽ നമ്മളെല്ലാം പാണി ക്വീന് ഇല്ല. ഫുട്ബോളായിട്ട് കണക്കാക്കിയാൽ നമ്മളെല്ലാം ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഈശ്വരന് ഒരു ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് ഇല്ലാതാക്കുന്നത് ലീലയായി ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് പ്രയാസമില്ലാതെ ചെയ്യുന്നതാണ് സൃഷ്ടിത്തിന് സംഹാരം എന്ന കാര്യം ആ ബ്രഹ്മത്തിന്. അതാണ് അതിന്റെ അർത്ഥം. സുമംഗല്യേ നമഃ, അത്യന്ത മംഗളസ്വരൂപിണി. സുഖകല്യേ നമഃ, സുഖം നൽകുന്ന ദേവിക്ക് നമസ്കാരം. സുഖം എന്ന് പറഞ്ഞാൽ ലൗകികത്തിലുള്ള സുഖം നമുക്കെല്ലാം ഫേവറായിട്ട് കിട്ടുന്നത്. അസുഖമില്ലാത്തതിരിക്കുന്നതാണ് ഏറ്റവും വലിയ സുഖം അല്ലേ? ധാരാളം പണമോ പ്രതാപമോ കാറോ ബംഗ്ലാവോ അതൊന്നും, അതെല്ലാം സുഖം തന്നെ. പക്ഷെ എല്ലാത്തിനേക്കാളും ഉപരിയായ സുഖം എന്താണ്? അസുഖമില്ല. നോയറ്റ വാഴ്വേ കുറയറ്റ ശെൽവം എന്ന് തമിഴിൽ പറയും. ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അസുഖം ഇല്ലാതിരിക്കുക. മനുഷ്യ ശരീരത്തിന് അസുഖമില്ലാതിരിക്കാൻ പറ്റുമോ? സാധിക്കും. എങ്ങനെയായാലും അസുഖം വരും. കാരണം പഞ്ചഭൂത ഭൗതികമായ ശരീരം, ഇതിന് അസുഖം വരാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ റെയറാണ്. 101 വയസ്സ് വരെ ഒരു ടാബ്ലറ്റ് പോലും കഴിക്കാത്ത ഒരാളുണ്ട് എന്ന് പറയുന്നു. മഹാഭാഗ്യമാണ്. 124 വയസ്സ് വരെ യോഗാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുവരെ ഒരു ടാബ്ലറ്റോ ഒരു ടോണിക്കോ ഒരു ഇഞ്ചക്ഷനോ പുള്ളി എടുത്തിട്ടില്ല. BP ഇല്ല, ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഒന്നുമില്ല. ഇന്നും യോഗാഭ്യാസം ചെയ്യുന്നു. അതൊക്കെ റെയറായിട്ട് കിട്ടുന്ന പുണ്യജന്മങ്ങളാണ്. ശരീരത്തിന് അസുഖം വരും. അപ്പൊ ഈ അസുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിന്റെ അസുഖം. അതാണ് മനസ്സിന്റെ ദുഃഖം. ദുഃഖം എപ്പോൾ വരുന്നു? നമ്മൾ ഏതെങ്കിലും ഒന്നിനെ മോഹിക്കുമ്പോൾ അത് ഇല്ലാതാവുമ്പോഴാണ് ദുഃഖം വരുന്നത്. അപ്പൊ ഈ മോഹം ഇല്ലാതായാലോ ദുഃഖമില്ലാതാവും. ദുഃഖമില്ലാതായാൽ ദുഃഖമില്ലാത്ത അവസ്ഥയിലെ സുഖം. ആത്മീയമായ അർത്ഥം നോക്കിയാൽ ആ സുഖത്തെ നൽകുന്നവൾ, ചുരുക്കി പറഞ്ഞാൽ മോക്ഷപ്രാപ്തി എന്നർത്ഥം. അതാണ് സുഖം. ലൗകികമായ സുഖം കൊടുക്കുന്നത് ദേവി തന്നെ, മുക്തി. ആത്മീയമായ സുഖം മോക്ഷം, അത് മുക്തി. അതാണ് സുഖദായിന്യേ നമഃ, സുഖഗന്യേ നമഃ, സുരേഷാഢ്യേ നമഃ. ശ്രേഷ്ഠമായ വസ്ത്രങ്ങൾ അണിഞ്ഞ ദേവിക്ക് നമസ്കാരം. ഇതൊരു ഈ വസ്ത്രം ആഭരണം ഇതെല്ലാം സന്തോഷത്തിന്റെ പ്രതീകം. നമ്മൾ പറഞ്ഞു ഓരോ ക്ഷേത്രത്തിൽ എന്തെല്ലാം വിധത്തിലാണ് അവർക്ക് അലങ്കാരം ചെയ്ത് നമ്മൾ നോക്കുന്നത്. വിധവിധമായ പട്ടുസാരികൾ, വിധവിധമായ കളറുകൾ, ശ്രേഷ്ഠമായ വസ്ത്രങ്ങൾ ധരിച്ചവൾ ദേവി. സുവാസിന്യേ നമഃ, നിത്യസുമംഗലിയായ ദേവിക്ക് നമസ്കാരം. നിത്യസുമംഗലിയാണ് ദേവി. സുവാസിൻ അർച്ചനപ്രിയതായ നമഃ, സുമംഗലികളുടെ ആരാധന കൊണ്ട് സന്തോഷിക്കുന്നവൾ ദേവി. സാധാരണ ഈ ചണ്ഡികാഹോമം നടത്തുമ്പോഴും ശരി, നവരാത്രി സമയം സുവാസിനി പൂജ എന്ന് പറഞ്ഞ് ചെയ്യും. സുമംഗലിയായ ദേവികളെ സ്ത്രീകളെ ഇരുത്തി അവരെ ദേവികളായി ഭാവിച്ച് അവർക്ക് പാദം അർത്ഥമെല്ലാം ചെയ്ത് അവർക്ക് വസ്ത്രമെല്ലാം കൊടുത്ത് ദക്ഷിണയെല്ലാം കൊടുത്ത് അവരെ ആരാധിക്കുക. ദേവി സ്വരൂപമായി അവരെ സങ്കല്പിച്ച് ആരാധിക്കുക. അതാണ് സുവാസിനി പൂജ എന്ന് പറയുന്നത്. അങ്ങനെ സുവാസിനികളെ പൂജിക്കുന്നതിൽ താല്പര്യമുള്ളവൾ ദേവിയാണ്. സുവാസിനി അർച്ചന പ്രീതായ നമഃ, ആശോഭനായ നമഃ, നിത്യസുന്ദരി എന്നർത്ഥം. ആശോഭന എന്ന് പറഞ്ഞാൽ നിത്യസുന്ദരി, എന്നും ഒരേപോലെ അഴിവില്ലാത്ത എന്നർത്ഥം. സാധാരണ മനുഷ്യർക്ക് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്ന് വരും.
ഇതൊന്നും ഇല്ലാത്തതാണ് ഈശ്വര സ്വരൂപം. കാരണം ഇതെല്ലാം ഉണ്ടെങ്കിൽ അത് നശ്വരമായി പോകും. അത് അനശ്വരമല്ലേ. അതുകൊണ്ട് ബാല്യമില്ല, കൗമാരമില്ല, യൗവനമില്ല, വാർദ്ധക്യമില്ല. അതുകൊണ്ട് ഇവിടെ ആശോഭനായ ശുദ്ധമാനസായ പരിശുദ്ധ മനസ്സിലായ ദേവിക്ക് നമസ്കാരം. ദേവിയുടെ മനസ്സിൽ ഒരു കൽമഷവും ഇല്ല, ഒരു വിരോധവും ഇല്ല. ഇവൻ വേണ്ടവൻ വേണ്ടാത്തവൻ ഒന്നുമില്ല. ഇവൻ എത്ര തരുന്നു നോക്കിയിട്ട് അനുഗ്രഹങ്ങൾ ചെയ്യുന്നതല്ല. കാണിക്കപ്പെട്ട് എത്ര എഴുതും നോക്കിയിട്ട് അത് ക്ഷേത്രത്തിൽ നടപ്പിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ് കാണിക്ക. ദേവിക്ക് വേണ്ടിയുള്ളതല്ല. കാണിക്കിടണം. കാണിക്കിട്ടാൽ ക്ഷേത്രം നടക്കണ്ടേ. രാവിലെ ഒരാൾ വരണം, ആദ്യം തുറക്കണം, അതിനെ അഭിഷേകം ചെയ്യണം, നൈവേദ്യം വെക്കണം, അലങ്കാരം ചെയ്യണം. നമ്മൾ മിണ്ടാതെ 50 കവർ പാല് വാങ്ങി കൊടുത്തിട്ട് പോകും. അതെല്ലാം അവിടെ നാഗരാജാവിന് അഭിഷേകം ചെയ്യും. പക്ഷെ അത് ക്ലീൻ ചെയ്യാൻ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? അല്ലെങ്കിൽ ഇതിനകത്ത് കയറാൻ പറ്റില്ല അടുത്ത ദിവസം. അപ്പൊ എത്ര ഒഴിക്കുന്നു അതിന്റെ 3 ഇരട്ടി വെള്ളം ഒഴിച്ച് അത് കഴുകി എല്ലാം ചെയ്യണം. അപ്പൊ ഇതിനൊക്കെ ധനമില്ലാതെ പറ്റില്ല. അതിനാണ് അമ്പലത്തിൽ ഉണ്ടിയിൽ വെച്ചിരിക്കുന്നതും ഈ രസീത് എഴുതുന്നതും സംഭാവന ചെയ്യുന്നതും എല്ലാം. അല്ലാതെ ഇതൊന്നും ദേവിക്ക് വേണ്ടിയല്ല നമ്മൾ കൊടുക്കുന്നത്. ദേവിയുടെ ആരാധനയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് അതെല്ലാം അർത്ഥം. അതുകൊണ്ട് ശുദ്ധമാനസായ നമ, ബിന്ദു തർപ്പണ സന്തുഷ്ടായ നമ, ബിന്ദുവിൽ തർപ്പണം ചെയ്യുന്ന ദേവിക്ക് നമസ്കാരം. അവിടെ ശ്രീചക്രം ആരാധനയുണ്ട്. എല്ലാ ദേവി ആരാധന പൂജ കഴിഞ്ഞാലും ആ മന്ത്രം ചൊല്ലി അതിനൊരു തർപ്പണവും ചെയ്യും. പൂർവജായ നമ, എല്ലാവർക്കും മുമ്പുണ്ടായിരുന്ന ദേവി, ആദ്യമേ ത്രിപുരാംബികായ നമ. ത്രിപുരാംബിക ശ്രീചക്രത്തിലെ 8ാമത്തെ ചക്രത്തിന്റെ അഭിമാന ദേവതയാണ് ത്രിപുരാംബിക. ദശമുദ്ര സമാരാധ്യായ നമ. 10 മുദ്രകളാൽ ആരാധിക്കപ്പെട്ടവൾ ദേവി. താന്ത്രികമായി പൂജ ചെയ്യുന്ന സമയത്ത് ഓരോ മുദ്ര കാണിക്കും. 10 മുദ്രകളുണ്ട്. ഈ 10 മുദ്രയായിട്ട് ദേവിയെ ആരാധിക്കുന്നതാണ് ആ രീതി. അത് താന്ത്രികമായ പൂജ ചെയ്യുന്നവർക്കാണ് അത് ശരിക്കറിയാൻ പറ്റുന്നത്. ത്രിപുര ശ്രീ വശങ്കര്യെ നമ. ത്രിപുരങ്ങളുടെ അധീശ്വരായ ദേവിക്ക് നമസ്കാരം. ഇവിടെ ത്രിപുര എന്ന് പറയുന്നത് ശ്രീചക്രത്തിലുള്ള 5ാമത്തെ ചക്രമായ സർവാർത്ഥ സാധക ചക്രത്തിന്റെ അതിദേവതയാണ് ത്രിപുര. നേരത്തെ പറഞ്ഞല്ലോ, ഓരോ കോണിലും ഓരോ ദേവതയെ ധ്യാനിച്ച് ആവാഹിച്ചാണ് ശ്രീചക്ര ആരാധന ചെയ്യേണ്ടത്. അതിൽ വരുന്ന കാര്യമാണിത്. ജ്ഞാനമുദ്രായ നമഃ. ജ്ഞാനം ആനന്ദം നൽകുന്നവൾ ദേവി. തള്ളവരലും ചൂണ്ടാണിവരലും ഒരു വൃത്തമാക്കി കൂടി പിടിച്ച് മറ്റു വിരലുകൾ നിവൃത്തി വെക്കുന്നതാണ് ജ്ഞാനമുദ്ര. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ജ്ഞാനം പറഞ്ഞാൽ അഹങ്കാരം, കർമ്മം, മായ. ഇതാണ് ഈ 3 വിരൽ. ഇത് ജീവൻ, ഇത് ബ്രഹ്മം. അപ്പോ ഈ ജീവൻ അഹങ്കാരം, കർമ്മം, മായ എന്ന 3 മലങ്ങളോട് ചേർന്നിരുന്നാൽ ഈ ബ്രഹ്മം നീങ്ങിയിരിക്കും. നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നു, അടുത്തില്ലല്ലോ. ഇങ്ങനെ ആരും കാണിക്കില്ല. മതി മതി ഇങ്ങനെ കാണിക്കുള്ളൂ. മതി എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുന്ന പോലെ ആയിപ്പോ. അങ്ങനെ ചെയ്യില്ല. നമ്മൾ എന്ത് കൈകൊണ്ട് ആംഗ്യം കാണിച്ചാലും ഇങ്ങനെ കാണിക്കുള്ളൂ. ഈ തള്ളവരെ ഇതിലോട്ട് അടുക്കൂല. കാരണം അത് ബ്രഹ്മം തനിയായിരിക്കും. ഈ ജീവൻ ഈ അഹങ്കാരം, കർമ്മം, മായ എന്നുള്ള 3 മലങ്ങളെ വിട്ട് ബ്രഹ്മമാണ് സത്യം എന്ന് ഉണർവ് വരുമ്പോൾ എന്താവും? ഞാൻ എന്നുള്ള ഭാവം നീങ്ങി അത് തലവണങ്ങി ആ ബ്രഹ്മത്തിലോട്ട് ലയിക്കും. അപ്പോ അഹങ്കാര, കർമ്മമായ 3 മാറിപ്പോവും. ജീവൻ ബ്രഹ്മത്തോട് ഐക്യമാണ്. ഇതാണ് ജ്ഞാനമുദ്ര. ഇത് കാണിക്കുന്നൊരു അർത്ഥം അതാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യമായ വസ്തു എന്തെന്നുള്ളത് ജ്ഞാനം. എന്താണ് സത്യമായ വസ്തു? ബ്രഹ്മമാണ് സത്യമായ വസ്തു. അതാണ് ജ്ഞാനം. ആ ജ്ഞാനത്തെ നമുക്ക് സൂചിപ്പിക്കുന്ന മുദ്രയാണ് ജ്ഞാനമുദ്ര എന്നർത്ഥം. ജ്ഞാനഗമ്യായ നമഃ. ജ്ഞാനം കൊണ്ട് പ്രാപിക്കപ്പെട്ടവൾ ദേവി. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ് സത്യം എന്ന ഉണർവോടുകൂടി ഇരുന്നാൽ ദേവിയെ പ്രാപിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജീവൻ ബ്രഹ്മത്തോട്ട് ലയിക്കും. പിന്നെ നമുക്ക് വീണ്ടും ഒരു ജന്മം ഉണ്ടാവില്ല. ജ്ഞാനജ്ഞാതൃ ജ്ഞേയരൂപായ നമഃ. അറിയുന്നവരും അറിയേണ്ടവളും ആയിരിക്കുന്ന ദേവിക്ക് നമസ്കാരം. അറിയേണ്ട വസ്തു, അറിയുന്നവൻ, അറിയേണ്ടവൻ 3 ദേവി തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയേണ്ടത് എന്താണ്? ബ്രഹ്മമാണ് സത്യം എന്ന് അറിയണം. അറിയേണ്ട വസ്തു എന്താണ്? ആ ബ്രഹ്മം. അറിയുന്നത് എന്താണ്? ബ്രഹ്മമായ സത്യം എന്നുള്ള ഉണർവ്. ആ ഉണർവിനെയാണ് അത് ജ്ഞാനജ്ഞാതൃ ജ്ഞേയരൂപായ നമഃ. യോനിമുദ്രായ നമഃ. യോനിമുദ്രയായ ദേവിക്ക് നമസ്കാരം. അതും ആ ദശമുദ്രത്തിൽ വരും. ദശമുദ്ര സമാരാധ്യ നമ എന്ന് പറഞ്ഞില്ലേ?
അതിൽ വരുന്ന ഒരു മുദ്രയാണ് യോനിമുദ്ര. ത്രികണ്ഠേശ്വരി നമഃ. ത്രികണ്ഠത്തിന് ഈശ്വരിയായ ദേവസ്ക്ക് നമസ്കാരം. ഈ ത്രികണ്ഠേശം എന്ന് പറയുന്നതും ഒരു മുദ്ര തന്നെയാണ്. ത്രിഗുണായേ നമഃ. 3 ഗുണങ്ങളുടെ രൂപത്തിലുള്ളവൾ ദേവി. എന്തിനാണ് 3 ഗുണം? സത്വം രജസ് തമസ് 3 ഗുണങ്ങളോടുകൂടി നമ്മളെ പോലെ മനുഷ്യ രൂപത്തിൽ ആരാധിക്കാനായി ഇരിക്കുന്ന ദേവതാ സ്വരൂപം. അതാണ് 25ാമത്തെ തത്വമായ ശബ്ദബ്രഹ്മം സഗുണബ്രഹ്മം. ഈ 26ാമത്തെ തത്വം ബ്രഹ്മം, 25ാമത് ശബ്ദബ്രഹ്മം എന്ന് പറഞ്ഞാൽ 1 മുതൽ 24 വരെ ഉള്ളത് എന്താണ്? നിങ്ങൾക്ക് സംശയം വരുന്നില്ലേ? നിങ്ങൾക്ക് എപ്പോഴും 25, 26 മാത്രമല്ല. 1ാമത്തെ തത്വം എന്താ, 2ാമത്തെ എന്താ, 3ാമത്തത് എന്താ? 24 വരെ കാണണമല്ലോ. ശാസ്ത്രത്തിൽ എങ്ങനെ ഒരു നമ്പർ മാത്രം ചുമ്മാ പറയുന്നതല്ല. ഇപ്പൊ 501 ബാർ എന്ന് പറഞ്ഞാൽ 500 വരെയുള്ള ബാർ ഏതെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റൂല. അതിന്റെ ബ്രാൻഡ് നെയിം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. 24 തത്വമാണ് ആപതത്വം. ജലം എന്തെല്ലാമാണ് 24? പഞ്ചകർമ്മേന്ദ്രിയം, പഞ്ചജ്ഞാനേന്ദ്രിയം, പഞ്ചപ്രാണൻ, പഞ്ചതന്മാത്ര, മനം, ബുദ്ധി, ചിത്തം, അഹങ്കാരം. പഞ്ചകർമ്മേന്ദ്രിയം, പഞ്ചജ്ഞാനേന്ദ്രിയം, പഞ്ചപ്രാണൻ, പഞ്ചതന്മാത്ര. 4 20. മനം, ബുദ്ധി, ചിത്തം, അഹങ്കാരം. 24 തത്വമാണ്. പഞ്ചകർമ്മേന്ദ്രിയം എന്ന് പറഞ്ഞാൽ വാക്, പാണി, പാദം, പായു, ഉപസ്ഥം. വാക്ക്, കൈ, കാല്, വിസർജ്യ അവയവങ്ങൾ, മനമൂത്ര വിസർജ്ജനം ചെയ്യുന്ന അവയവങ്ങൾ. ഇതാണ് കർമ്മേന്ദ്രിയങ്ങൾ. ജ്ഞാനേന്ദ്രിയം എന്ന് പറഞ്ഞാൽ കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്. ജ്ഞാനേന്ദ്രിയങ്ങൾ. ഇതുവഴിയല്ലേ എല്ലാം മനസ്സിലാക്കുന്നത് നമ്മൾ. ജ്ഞാനേന്ദ്രിയങ്ങൾ വഴിയാണ് എല്ലാം നമ്മൾ അറിയുന്നത്. ഈ ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രവർത്തന ശേഷിയാണ് തന്മാത്ര. കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക് എന്ന പഞ്ചതന്മാത്ര. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഇപ്പോൾ 15 ആയില്ലേ? പഞ്ചപ്രാണൻ എന്നിലെ പറഞ്ഞു. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. പ്രാണൻ ശ്വാസം, അപാനൻ ഉദരത്തിന് താഴെ പ്രവർത്തിക്കുന്ന വായു. അതിൻ്റെ പ്രവൃത്തി കൊണ്ടാണ് വിസർജ്യ വസ്തുക്കൾ പുറമെ പോകുന്നത്. പ്രാണൻ, അപാനൻ. വ്യാനൻ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന വായു. ആ വായുവിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. ഉദാനൻ ഉദരത്തിൽ പ്രവർത്തിക്കുന്ന വായു. ആ ഉദാന വായുവാണ് നമുക്ക് ദഹനശക്തി ഉണ്ടാക്കുന്നതും. ദഹിക്കാത്ത വസ്തുക്കൾ എന്തെങ്കിലും കിടന്നാൽ അതിനെ ഉടൻ തന്നെ വെളിയിലോട്ട് തള്ളുന്നത്. ഈ വോമിറ്റിംഗ് എങ്ങനെ വരുന്നു? ഉദാന വായുവിൻ്റെ പ്രവൃത്തി കൊണ്ടാണ്. സമാനം പോഷകാഹാരത്തിൻ്റെ ആ പോഷകത്തിന് മുഴുവൻ എല്ലാ അംഗങ്ങൾക്ക് എത്തിച്ച് അതിനെ പ്രവർത്തനശേഷിയാക്കുന്നത്. ഇതാണ്. ഇപ്പോൾ 20 മനസ്സിലായില്ല. പഞ്ചകർമ്മേന്ദ്രിയം, പഞ്ചജ്ഞാനേന്ദ്രിയം, പഞ്ചപ്രാണൻ, പഞ്ചതന്മാത്ര. മനം, ബുദ്ധി, ചിത്തം, അഹങ്കാരം. മനം, ബുദ്ധി, ചിത്തം. ഇംഗ്ലീഷിൽ മൈൻഡ് എന്ന് ഒന്നേ പറയുള്ളൂ. പക്ഷേ അത് 3 രീതിയിലുള്ള പ്രവർത്തനമാണ് മനസ്സിനുള്ളത്. എന്താണത്? ഒന്ന് റിസീവിംഗ് മൈൻഡ്, ഇന്നൊന്ന് തിങ്കിങ് മൈൻഡ്, മൂന്നാമത്തെ അനലിറ്റിക്കൽ മൈൻഡ്. റിസീവിംഗ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കുന്നു. ബ്രഹ്മമാണ് സത്യം കേൾക്കുന്നു. ഇദ്ദേഹം എല്ലാം കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒന്ന് പറയുകയാണ്. ശരിയായിരിക്കും എന്നേ തോന്നാവൂ. നിങ്ങൾ അതിനെ ചിന്തിക്കുന്നു. ശരിയാണോ? ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ? ചിന്തിക്കുന്ന സമയത്ത് നമ്മളൊരു തീരുമാനത്തിലെത്തും. ശരിയാണ്, വാസ്തവം ഇതാണ്, അതുകൊണ്ടല്ലേ വരുന്നത്, അതുകൊണ്ടല്ലേ ഇങ്ങനെ നടക്കുന്നത്. അപ്പൊ ഇത് സത്യം തന്നെ ആയിരിക്കും, വാസ്തവം തന്നെ. ആ ചിന്തയിലൂടെ നമ്മളൊരു തീരുമാനത്തിൽ വരും. അതാണ് തിങ്കിങ് മൈൻഡ്. മനം, ബുദ്ധി. മനം, ബുദ്ധി, ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ്, ചിത്തം, ബുദ്ധിയാണ് ഈ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്നത്. അപ്പൊ എല്ലാം കേൾക്കുന്നു മനസ്സ്, കേൾക്കുന്ന മനസ്സ് ചിന്തിക്കുന്നു, അത് ചിത്തം. ബുദ്ധി എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കും. അനലിറ്റിക്കൽ പറഞ്ഞാൽ
അനലൈസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ വിശകലനം ചെയ്യുക. അങ്ങനെ വിശകലനം ചെയ്യുമ്പോഴാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ നോക്കാൻ നമ്മൾ പ്രേരിതനാവുന്നത്. ഇതെല്ലാം ഗ്രന്ഥം നോക്കി വരുമ്പോൾ ഇത് ഓരോന്നും ഇങ്ങനെ പറയുന്നുണ്ട് അല്ലേ? പുണ്യാപുണ്യ ഫലപ്രദായകം, അപുണ്യത്തിന് അപുണ്യത്തിന് ഫലം പറയുന്നു. അപ്പോൾ പുണ്യത്തിന്റെ ഫലം എന്താണ്? ഇതാണ് സത്യമായ വസ്തു ബ്രഹ്മമാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഈ ബുക്ക് മുഴുവൻ, ഈ പുസ്തക ഗ്രന്ഥങ്ങൾ മുഴുവൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് അനലിറ്റിക്കൽ മൈൻഡ്. അതാണ് മനം, ബുദ്ധി, ചിത്തം. അഹങ്കാരം, ഞാൻ എന്ന ഭാവം അത് ഉണ്ടാവും. ഞാനെന്ന ഭാവം ഇല്ലാതെ വന്നുപോയാൽ പിന്നെ അവിടെ ഒന്നുമേ നടക്കില്ല. ഞാനെന്ന ഭാവം ഉണ്ടാവും. ഏതൊരു കാര്യവും എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അത് അഹങ്കാരമല്ല. ഐ ക്യാൻ ഡു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺഫിഡൻസ് അല്ലേ? ഐ ക്യാൻ ഡു, എനിക്ക് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞാൽ അത് ആത്മവിശ്വാസമാണ്. എനിക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ അത് അഹങ്കാരമായി. ഐ എലോൺ ക്യാൻ ഡു എന്ന് പറഞ്ഞാൽ അവിടെ അഹങ്കാരമായി. അഹങ്കാരമാണ് ഞാൻ. ഇപ്പോൾ പഞ്ചകർമ്മേന്ദ്രിയം, പഞ്ചജ്ഞാനേന്ദ്രിയം, പഞ്ചപ്രാണൻ, പഞ്ചതന്മാത്ര, മനം, ബുദ്ധി, ചിത്തം, അഹങ്കാരം, 24 തത്വമാണ് ആപതത്വം. അതുകൊണ്ടാണ് വെള്ളത്തെ തൊട്ടാൽ ശുദ്ധം എന്ന് പറയുന്നത്. കുളിച്ചാൽ ശുദ്ധിയാകുന്ന എന്തുകൊണ്ട്? വെള്ളം കൊണ്ട്. വെള്ളത്തിന് ശുദ്ധം എന്ന് പറയാൻ കാര്യം ഇത് തന്നെയാണ്. ഈ 24 തത്വം ആപതത്വം, 25ാമത്തത് ശബ്ദബ്രഹ്മം, സഗുണബ്രഹ്മം. രാമൻ എന്ന് പറഞ്ഞാൽ ശബ്ദം, സഗുണം എന്ന് പറഞ്ഞാൽ രാമൻ എന്ന് പറയുമ്പോൾ ഉടനെ നമുക്ക് ആ രൂപം മനസ്സിൽ വരും. കയ്യിൽ വലിയ വെച്ചുകൊണ്ട് മനുഷ്യരൂപത്തിൽ നിൽക്കുന്ന മനുഷ്യൻ. ആജാനുബാഹു എന്ന് പറയും. ആജാനുബാഹു എന്ന് പറഞ്ഞാൽ എന്തർത്ഥം എന്നറിയാം? പുരുഷ ലക്ഷണം. ലക്ഷണശാസ്ത്രത്തിൽ പുരുഷന്റെ ലക്ഷണം എങ്ങനെ പറഞ്ഞാൽ, നിവർന്ന് നിന്ന് കഴിഞ്ഞ് കൈ ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഈ കയ്യിലുള്ള മധ്യത്തിലുള്ള വിരൽ, നടുവിരൽ, അങ്കുഷ്ടം, തർജനി, മധ്യമം, അനാമികം, കനിഷ്ഠം, ഇതാണ് വിരലിന്റെ പേര്. ആ മധ്യവിരലിന്റെ നോക്കി, ഇതാണ് ഏറ്റവും കൂടുതൽ നീളം. ഇതിന്റെ തുമ്പ് കാൽമുട്ടിൽ വന്ന് ഇരിക്കണം. അതാണ് ആജാനുബാഹു. ഇതാണ് ശരിക്കുള്ള പുരുഷ ലക്ഷണം. എല്ലാവർക്കും അങ്ങനെ ഇരിക്കില്ല കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ഇരുന്ന എല്ലാവരും ശ്രീരാമനാവും. ഒരു അവതാരമേ ഉള്ളൂ. ഇതാണ് ആജാനുബാഹു. അപ്പോൾ രാമൻ എന്ന് കേട്ടാൽ നമുക്ക് ഈ രൂപങ്ങളെല്ലാം കൃഷ്ണൻ. ഇത് ശരിക്കും ഇന്നാണ് കൃഷ്ണാഷ്ടം. അത് എന്തുകൊണ്ട് അടുത്ത മാസം അമ്പലത്തിൽ പോയി എന്ന് പറഞ്ഞാൽ അവർ കലണ്ടറിൽ ചിങ്ങമാസം കണക്കിലാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് അടുത്ത മാസം വന്നത്. ശരിക്കും ശാസ്ത്രത്തില് കർക്കിടക മാസം കറുത്തവാവ് കഴിഞ്ഞാൽ ശ്രാവണ മാസം തുടങ്ങും. ആ ശ്രാവണ മാസത്തിൽ കൃഷ്ണപക്ഷ അഷ്ടമിയാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. അതാണ് ഇന്ന്. പൗർണമി കഴിഞ്ഞ് 8ാമത്തെ ദിവസം. അപ്പൊ ശ്രാവണ പൗർണമി കഴിഞ്ഞു. പൗർണമി കഴിഞ്ഞ് വരുന്ന 8ാമത്തെ ദിവസമാണ് ഇത്. അതാണ് ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഉടനെ നമുക്കറിയാമല്ലോ, ഉലാമുഴൽ കാര്യങ്ങൾ എല്ലാം. ആ രൂപം ഇത് സഗുണബ്രഹ്മം. ഗുണം എന്ന് പറഞ്ഞാൽ സത്വം, 3 ഗുണങ്ങളോട് കൂടിയിട്ടുള്ള ആ വസ്തു. അതുകൊണ്ട് ശബ്ദബ്രഹ്മം, സഗുണബ്രഹ്മം. ത്രിഗുണായി നമഃ, ത്രിഗുണാത്മകത്തിലുള്ള ഒരു ദേവി. അംബായി നമഃ. അംബ എന്ന് പറഞ്ഞാൽ അമ്മ. സിമ്പിൾ. ലളിതാംബിക അവസാനം അതാ പറയുന്നത്. അമ്മയായ ദേവിക്ക് നമസ്കാരം. കൂടെ ഓർമ്മിപ്പിക്കുകയാണ് അതിൽ അമ്മ 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 എന്നുള്ളത്. ത്രികോണകായി നമഃ. ത്രികോണത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ദേവി. ത്രികോണം എന്നുള്ളത് ശ്രീചക്രത്തിൽ മധ്യത്തിൽ വരുന്ന 3 കോണം. അഹങ്കാരം, കർമ്മം, മായ. അതാണ് 3 കോണം. ആ 3 അഹങ്കാരം, കർമ്മം, മായ തീർന്നാലേ ബ്രഹ്മത്തിലോട്ട് പോകാൻ പറ്റുള്ളൂ. അതാണ് നടുക്ക് വയ്ക്കുന്ന ആ ബിന്ദു. അനഘായി നമഃ. പാപം, ദുഃഖം, വേദന ഇതൊന്നും ഇല്ലാത്തവൾ ദേവി. ദേവിക്ക് എന്ത് ദുഃഖം അല്ലേ? ഒരു ദുഃഖവും പാപവും ഇല്ല എന്ന് പറഞ്ഞാൽ ദേവി ആരാധിക്കുന്ന ഭക്തനായ നമുക്കും ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. മനുഷ്യനായ ദുഃഖം വരില്ലേ? പാപത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരില്ലേ? എന്നാൽ പാപത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുമ്പോൾ, ആ ദുഃഖം അനുഭവിക്കേണ്ടി വരുമ്പോൾ, ഇത് എന്റെ കുഴപ്പം കൊണ്ട് എനിക്ക് വന്ന ദുഃഖമാണ് എന്ന് ചിന്തിക്കണം. ആ മനസ്സ് ഈശ്വരാരാധനയിൽ നമുക്ക് കിട്ടും നടത്തണം. വേദന
മനസ്സിൻ്റെ വേദന, ശരീരത്തിൻ്റെ വേദന, ഇതെല്ലാം ശരീരത്തിനുള്ളത് തന്നെയാണ്. എല്ലാം ഒന്നും എന്ത് വന്നാലും ആ കടം തിരിച്ചടച്ചു എന്ന് മാത്രം കരുതിയാൽ മതി. ആ ഒരു ചിന്തയോടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ അസുഖങ്ങളൊന്നും നമ്മളെ കൂടുതലായിട്ട് ബാധിക്കുകയില്ല. ശരിക്കും അസുഖമല്ല നമ്മളെ തളർത്തി താഴെ ഇടുന്നത്, മനസ്സാണ്. ധൈര്യമായ മനസ്സിരുന്നാൽ ഈ അസുഖങ്ങൾ കൊണ്ടെല്ലാം പുറത്തു വരാൻ സാധിക്കും. എത്രയോ പേരെ കണ്ടിട്ടില്ലേ? ഇപ്പൊ 2 കാലും ഇല്ല, കൈയും ഇല്ല, കാലിന്റെ തള്ളവിരൽ ഈ വിരൽ വെച്ച് എന്ത് ഭംഗിയായിട്ട് ചിത്രം വരയ്ക്കുന്നു, ഭംഗിയായിട്ട് അവര് കുക്കിംഗ് ദോശ ഉണ്ടാക്കി കഴിക്കും, ചപ്പാത്തി പരത്തി കഴിക്കുന്നു. കാരണം എന്താ? മനസ്സ് തളർന്നിട്ടില്ല അവർക്ക്. അതുകൊണ്ട് അംഗങ്ങളൊന്നും അവർക്ക് ഒരു പ്രശ്നമേ അല്ല എന്നർത്ഥം. മനസ്സ് തളരാൻ പാടില്ല. മനസ്സ് എങ്ങനെയിരിക്കണം? മനോരൂപേക്ഷു കോതണ്ട പഞ്ചതന്മാത്ര സഹായക, കരിമ്പുവില്ല് പോലെ ഉറച്ച മനസ്സായിരിക്കണം. എന്തെല്ലാം ദേവിക്ക് ഇല്ലാന്ന് പറയുന്നുവോ അതൊന്നും നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ചിന്തയിലോട്ട് നമ്മൾ വരണം എന്നർത്ഥം. അത്ഭുത ചാരിത്രായ അത്ഭുതകരമായ ചരിത്രമുള്ളവൾ. ദേവിയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഓരോ കഥകളും കാര്യങ്ങളും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ളതാണ്. വാല്യതാർത്ഥം നമ്മൾ എന്തെല്ലാം അഭീഷ്ടം ചോദിക്കുന്നു അതെല്ലാം നൽകുന്നവൾ ദേവി. അഭീഷ്ടദായിനി അഭ്യാസാദിശജ്ഞാതായ നിരന്തരമായ അഭ്യാസം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നവൾ. നിരന്തരമായ അഭ്യാസം എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മമാണ് സത്യം എന്നുള്ള ഉണർവ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഉറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിരന്തരമായ ധ്യാനത്തിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ധ്യാനം, മെഡിറ്റേഷൻ എല്ലാവർക്കും അറിയാം. തുടക്കത്തിൽ മെഡിറ്റേഷനെ കെട്ടിയാൽ ഇങ്ങനെ കണ്ണടച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ല. അപ്പൊ എന്തെല്ലാം ചിന്തിക്കാൻ പാടില്ലയോ ആ ചിന്തയെല്ലാം മനസ്സിൽ വരും. കണ്ണടച്ചാലും ഇടയ്ക്ക് കേൾക്കാൻ നോക്കും, തോന്നിപ്പോ എന്ത് ശബ്ദം കേട്ട ഉടൻ തുറന്ന് നോക്കും. കാരണം എന്താ? ഇന്ദ്രിയങ്ങൾ നമ്മളെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ മനസ്സിന് അടിമപ്പെട്ട് പോകുമോ എന്ന് ഭയം ആ ഇന്ദ്രിയങ്ങൾ. അതാണ് അത് പോകുന്നത്. വിട്ടേക്കണം, പോ, ഇഷ്ടം പോലെ പോ. ഞാൻ എണീക്കില്ല, ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും. 10 മിനിറ്റ് കഴിഞ്ഞ് വീട്ടിൽ ഞാൻ ധ്യാനം തുടങ്ങും. അപ്പോഴിതുപോലെ പോകും. എത്ര പ്രാവശ്യം പോകും? മനസ്സിനെ വിട്ടുകൊടുക്കരുത് പുറകെ. ഈ ധ്യാനത്തിൽ നിന്ന് ഞാൻ മാറില്ല എന്നുള്ള ഉറച്ച മനസ്സോടുകൂടി ഇരുന്നാൽ കുറെ കഴിയുമ്പോൾ ആ ഇന്ദ്രിയങ്ങളെല്ലാം തോറ്റുപോകും, മനസ്സിന്റെ അടിമയായി മാറും. ആ മനസ്സ് ഈശ്വരൻ ധ്യാനിച്ചു കഴിഞ്ഞാൽ ആ ധ്യാനത്തിലൂടെ ബ്രഹ്മമാണ് സത്യം ഉണർവ് വന്ന് ഈശ്വരനോട് കുറച്ചായിട്ട് നമ്മൾ അടുത്തടുത്ത് ബ്രഹ്മത്തിലോട്ട് ലയിച്ച് മോഹം ക്ഷയിച്ച് മോക്ഷപ്രാപ്തിയിലോട്ട് പോകാം. നിരന്തര അഭ്യാസം വേണം, കോൺസ്റ്റന്റ് പ്രാക്ടീസ് വേണമെന്നാണ് പറയുന്നത്. അതാണ് അഭ്യാസാതിശയജ്ഞാതായ ബ്രഹ്മാജ്ഞത്തെ പറ്റി നിരന്തരം ധ്യാനിക്കുന്നത് കൊണ്ട് ആത്മജ്ഞാനം ഉണ്ടാവും. എന്നും സാധിച്ചില്ലെങ്കിൽ വേണ്ട, 1 മിനിറ്റ് ഒന്നുമില്ല, കിടക്കുന്നതിന് മുമ്പ് 1 മിനിറ്റ് ഇരുന്ന് ഈശ്വര ഇത് എന്തെങ്കിലും അറിയാതെ അപരാധം എനിക്ക് ക്ഷമിക്കണേ, ഞാൻ വേറെ നീ വേറെ ഇല്ല, ആ ബ്രഹ്മമാണ് ഉണർവെന്നുള്ള എനിക്ക് ഉണ്ടാവണം. ഇത്രയും മാത്രം പറഞ്ഞാൽ മതി. 1 മിനിറ്റ്. ഈ ധ്യാനം വളർന്ന് വരുമ്പോഴുണ്ടല്ലോ ഈ 1 മിനിറ്റ് എന്നുള്ളത് 1 മണിക്കൂർ വരെ നമ്മൾ ധ്യാനിക്കാനുള്ള സ്ഥിതിയിൽ പോകാം. നിരന്തര അഭ്യാസം, കോൺസ്റ്റന്റ് പ്രാക്ടീസ്. ഷഡദ്വാതീത രൂപണ്യന്മ 6 മാർഗങ്ങളെയും അതിക്രമിച്ച് കിടക്കുന്നവൾ ദേവി. ഇത് ശ്രീചക്രത്തെ ധ്യാനിക്കാനുള്ള 6 മാർഗങ്ങളാണ്. അത് ശ്രീചക്ര ആരാധനയിലാണ് അത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്. അവ്യാജ കരുണാമുക്തയേ നമഃ. അത്യന്ത ശുദ്ധമായ കാരുണ്യം മുതലെടുത്ത ദേവി. കരുണ കാണിക്കുന്നു, ദയ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേരിന് മാത്രമല്ല, ശുദ്ധമായ കരുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാർത്ഥമായ കരുണ. അത് നൽകുന്നവൾ ദേവി. ആബാലഭോഗ വിദിതായ നമഃ. കുട്ടികൾക്കും ഗോപാലന്മാർക്കും കൂടി അറിയാൻ സാധിക്കുന്നവൾ. കുട്ടികൾ ഗോപാലൻ എന്ന് പറഞ്ഞാൽ പ്രായഭേദമന്യേ ആരാധിക്കാൻ പറ്റുന്നവൾ ദേവി എന്നർത്ഥം. ഗോപാലന ഗോക്കളെ പാലിക്കുന്നവൻ ഇടയന്മാർ എന്ന അർത്ഥമുണ്ട്. അവ്യാജ കരുണ അജ്ഞാനത്വന്റെ ദീപികായ അവ്യാജ കരുണാമൂർത്തികൾ അത്യന്ത ശുദ്ധമായ കാരുണ്യം,
അജ്ഞാനദ്വാന്ത ദീപികായ നമഃ. അജ്ഞാനാന്ധകാരത്തെ നശിപ്പിക്കുന്ന ദീപമായ ദേവിക്ക് നമസ്കാരം. അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനമില്ലാത്ത അവസ്ഥ. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മമാണ് സത്യം എന്നുള്ള ഉണർവ്. ഇത് മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കണം. കുട്ടികൾ ഇമ്പോസിഷൻ എഴുതുന്ന മാതിരി, നമശിവായ നമശിവായ ജപിക്കുന്ന മാതിരി ബ്രഹ്മമാണ് സത്യം, ബ്രഹ്മമാണ് സത്യം, ബ്രഹ്മമാണ് സത്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ മതി. എങ്കിലേ അത് മനസ്സിൽ പതിയുള്ളൂ. ഒരിക്കൽ പറഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമേയില്ല. കൊച്ചു കുട്ടികൾക്ക് റൈംസ് പറഞ്ഞു കൊടുക്കുന്നു, എത്ര പ്രാവശ്യം പറയിക്കുന്നു. ഒരിക്കൽ പിടിച്ചു കഴിഞ്ഞാൽ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും അത് പറയും. കാരണം എന്താ? മനസ്സിൽ പതിഞ്ഞു. അതുപോലെ തന്നെയാണ് ഇത്. അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കുന്ന ദീപമായി പ്രകാശിക്കുന്നവൾ ദേവി. അജ്ഞാനദ്വാന്ത ദീപികായി നമഃ. ആബാലഗോപ വിദിതായി നമഃ. ചെറിയവർക്കും വലിയവർക്കും എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും ആരാധിക്കപ്പെട്ടവൾ ദേവി. സർവാനുല്ലുംക്യ ശാസനായി നമഃ. ആർക്കും ലംഘിക്കാൻ പറ്റാത്ത ശാസന ചെയ്യാൻ കഴിവുള്ളവൾ. ശാസ്ത്ര എന്ന് പറഞ്ഞാൽ ശാസിക്കാൻ കഴിവുള്ളവൻ എന്നർത്ഥം. ശാസിക്കുക എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുക, ചെയ് ഇങ്ങനെ ചെയ് എന്ന് പറയാനുള്ളത്. അവരധികാരം ആർക്കുണ്ട്? ഈശ്വരനെ മാത്രമേ ഉള്ളൂ. ഈശ്വരന്റെ തീരുമാനം അതാണെങ്കിൽ അതിൽ മറികടക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ടല്ലേ മാൻ പ്രൊപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്ന് പറയുന്നത്. ഡിസ്പോസ് ചെയ്യാനുള്ള കഴിവ് ദേവിക്ക് മാത്രമേ ഉള്ളൂ. ദേവി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ. സ്ഥലം കലരമണമായതുകൊണ്ടും സബ്ജക്റ്റ് ലളിതാ സഹസ്രനാമമായതുകൊണ്ട് ദേവി എന്ന് പറയുന്നു. ഇവിടെ ദേവി വരെ ദേവൻ വരെ ഇല്ല, രാമൻ വരെ കൃഷ്ണൻ വരെ ഇല്ല. കാരണം ഒന്നേ ഉള്ളൂ. അതാണ് ഗ്രന്ഥത്തിലേക്ക് അറ്റ്ലീസ്റ്റ് ഇത് കേൾക്കുന്നവരെങ്കിലും അവരുടെ മനസ്സിൽ തെളിഞ്ഞു വരണം. ദൈവം ഒന്നേ ഉള്ളൂ, ഒരു സുപ്രീം പവർ ഒന്നേ ഉള്ളൂ, എല്ലാത്തിനും മേലെ. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. മോളിൽ നിന്ന് ഒരുത്തൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മോളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആളിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നാ പറയട്ടെ. പിന്നെ എങ്ങനെ മോളിൽ ഒരാളെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു? ഒന്നാമത് മുകളിൽ നിന്നൊരു സ്വത്തുവേ ഇല്ല. അർത്ഥം എന്താണ്? എല്ലാത്തിനും അതീതമായ ശക്തിയാണ് ഈശ്വരൻ. അതുകൊണ്ട് അത് എന്റെ ഭഗവാന്റെ കാര്യം ഞാനല്ല, എന്നെക്കാളും ഉപരി, എന്റെ ശക്തിയെക്കാളും വലുത് ഭഗവാൻ. ആ ചിന്ത ഉള്ളത് കൊണ്ടല്ലേ ഏത് ബിസിനസ്, ഏത് കച്ചവടക്കാരനായാലും ശരി, ചെറിയ കച്ചവടക്കാരനാവട്ടെ വലിയ കച്ചവടക്കാരനാവട്ടെ, രാവിലെ കട തുറന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വിളക്ക് എത്തിച്ച് ഒരു ദീപാരാധന നടത്തും. ബാർബർ ഷോപ്പിൽ പോലും അതേ ചെയ്യുള്ളൂ. എന്തിന്? ശവപ്പെട്ടി വിൽക്കുന്നവൻ പോലും ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ച് ജീസസിനോട് പ്രാർത്ഥിക്കും, ഈശോയെ ഇന്ന് കുറഞ്ഞത് 10 പെട്ടിയെങ്കിലും ചെലവാകണേ. മഴയ്ക്ക് പോലെ സന്തോഷം കൊണ്ടുപോയി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 10 പെട്ടി ചെലവാകണമെങ്കിൽ 10 എണ്ണം മരിക്കണം അല്ലേ? അവന്റെ ജീവിതം അതാണ്. മരണം എന്തായാലും ഉണ്ടാവും. പ്രാർത്ഥന തെറ്റൊന്നുമില്ല, പ്രാർത്ഥന ഉണ്ടാവും. എന്തിനാണിത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മരണം, ദുഃഖം ഒക്കെ അയാൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അയാളുടെ ജീവിതം അതാണ്. ഇതെല്ലാം ഓരോരുത്തരെ ഓരോ ജോലിക്കായിട്ട് ഈശ്വരൻ നിയമിക്കുന്നത്. അങ്ങനെയുള്ള അത് ചെയ്തില്ലെങ്കിൽ ഈ സാധനം നമുക്ക് എവിടെ നിന്ന് കിട്ടും? അല്ലേ? എല്ലാത്തിൻ്റെ ആവശ്യം വേണമല്ലോ. ഒരു കൃഷിക്കാരൻ കഷ്ടപ്പെട്ട് വെയിലും മഴയും നനഞ്ഞ് ചെളിയിൽ കിടന്ന് പട്ടിണി കിടന്ന് അവൻ ഉഴുത് ഉണ്ടാക്കിയാലേ നമ്മൾ സുഖമായിട്ട് പ്ലാസ്റ്റിക് ബാഗിൽ വാങ്ങിച്ചുകൊണ്ട് വന്ന് നല്ലവണ്ണം കുക്കറിൽ വെച്ച് സുഖമായിട്ട് അത് കുറ്റവും വേറെ, അതിൽ കല്ലിരിക്കണം മണ്ണിരിക്കണം കുറ്റവും വേറെ പറയും. എല്ലാ ജോലിക്കും അവരുടെ ആവശ്യമുണ്ട്. ഏത് തൊഴിൽ ഒരുത്തൻ സ്വീകരിച്ചാലും ആ തൊഴിൽ അഭിവൃദ്ധിപ്പെടണമെങ്കിൽ അവർ ഈശ്വരനെ ആരാധിച്ചിട്ടേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഏത് കുട്ടല, ഏത് ജാതിയായാലും അവരവരുടെ മതത്തിനനുസരിച്ചുള്ള ആരാധന അവർ ചെയ്യട്ടെ. കാരണം ബ്രഹ്മം ഒന്നേ ഉള്ളെന്നും ഉണർവ് നമുക്ക് മാത്രമല്ല, അത് ലോകത്തിന്റെ നീതിയാണ്. ആ ബ്രഹ്മത്തെ അവരവരുടെ സമുദായത്തിലുള്ള ദൈവമായി കരുതുന്നു, നമ്മൾ നമ്മുടെ സമുദായത്തിലുള്ള ദൈവമായി കരുതുന്നു. അത്രയേ ഉള്ള വ്യത്യാസം. ആ ഒരു ഉണർവ് മാത്രം മനുഷ്യന് എഴുതാൻ മതി. ഈശ്വര വിശ്വാസത്തോടെ നമ്മൾ എന്ത് ചെയ്താലും തീർച്ചയായിട്ടും അത് സഫലമാകും, യാതൊരു സംശയവുമില്ല. അതാണ് അത് കാണിക്കുന്നത്. ഒരുപക്ഷെ അന്ന് കച്ചവടം നടന്നേയില്ല, ഒരു പെട്ടിയും വിറ്റില്ല. അടുത്ത ദിവസം വന്ന് ഇന്നലെ വെറുതെ ഒരു മെഴുകുതിരി വേസ്റ്റ് എന്ന് വിചാരിക്കുന്നോ? അടുത്ത ദിവസവും അയാൾ അതുപോലെ മെഴുകുതിരി കത്തിച്ച് വീണ്ടും പ്രാർത്ഥിക്കും. നമ്മുടെ മിക്കവാറും കടകളിൽ പോയി കഴിഞ്ഞാൽ 3 പടം മെയിനായിട്ട് കാണും. ഒരു ഗണപതി, ഒരു ലക്ഷ്മി, ഒരു സരസ്വതി. അല്ലേ? സരസ്വതി വിദ്യ, ലക്ഷ്മി പണം,
ഗണപതി വിഘ്നത്തെ ഇല്ലാതാക്കുക. എല്ലാത്തിനും തുടക്കം ഗണപതിയാണ്. അതാണല്ലോ ആദ്യം നിൽക്കാണ് എല്ലാം എഴുതാൻ തുടങ്ങുന്നത്. ആദ്യം ഗണപതിയാണ് തുടക്കം. ഈ 3 പടം എല്ലാത്തിനും കാണും. അപ്പൊ ഇങ്ങനെ 3 രീതിയിൽ ഈ ദേവി ഈശ്വരാരാധന ചെയ്തിട്ടാണ് അയാൾ ബിസിനസ് തുടങ്ങുന്നത്. എന്നിട്ട് സാമ്പ്രാണി കത്തിച്ച് ആ ക്യാഷ് ബോക്സ് തുറന്നിട്ട് അതിലേക്ക് ഇങ്ങനെ കാണിക്കും. വിശ്വാസം. കാരണം എന്താ? ഞാൻ എത്ര തന്നെ ഭംഗിയായിട്ട് കച്ചവടമൊക്കെ ചെയ്താൽ, നല്ല സാധനങ്ങൾ സപ്ലൈ ചെയ്ത്, നല്ല കുക്കിനെ വെച്ച് ഹോട്ടലൊക്കെ നടത്തി, നല്ല ബെസ്റ്റ് ഫുഡൊക്കെ കൊടുത്താലും ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ അത് കഴിക്കാൻ ആള് വരുള്ളൂ. ആ ചിന്തയാണ് അത് കാണിക്കുന്നത്. ആ ഒരു ഉണർവ് മാത്രം ഇരുന്നാൽ മതി. ഈ ഒരു ഉണർവ് ഉള്ളത് നമുക്ക് ഇൻഡയറക്റ്റ് പറഞ്ഞു തരുന്നതാണ് മുകളിൽ നിന്ന് ഒരുത്തം കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകളിൽ ആരും ഇല്ല. മുകളിൽ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും വലുതെന്ന് അർത്ഥം. ശ്രീചക്രരാജ ലളിതായ നമഃ. ശ്രീചക്രത്തിൽ വസിക്കുന്നവൾ ദേവി ശ്രീമദ് ത്രിപുര സുന്ദരി നമഃ. ദിവ്യായ ത്രിപുര സുന്ദരി. ശിവൻ ത്രിപുര സുന്ദരൻ, ദേവി ത്രിപുര സുന്ദരി. ത്രിപുരൻ എന്ന് പറഞ്ഞാൽ അഹങ്കാരം, കർമ്മം, മായ. ഇതാണ് 3. ഇത് 3 എഴുത്തവൻ, ഇല്ലാതാക്കിയവൻ പരമേശ്വരൻ. ശിവായ നമഃ. ദിവ്യായ ദേവിക്ക് നമസ്കാരം. ശിവ എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ, ശിവ എന്ന് പറഞ്ഞാൽ പാർവതി. ശിവശക്തി ഐക്യ രൂപിണി നമഃ. ബ്രഹ്മം എന്ന് പറയുന്നത് ശിവശക്തി ഐക്യ രൂപിണി. ശക്തി ഇല്ലെങ്കിൽ ശിവനില്ല, ശിവനില്ലാതെ ശക്തിയുമില്ല. ശിവനും ശക്തിയും ചേർന്നാലാണ് ആ പൂർണ്ണത. സമ്പൂർണമായ വേദാരഹിതമാണ് ഐക്യം. ആ ഐക്യം എന്ന് പറഞ്ഞ് ശിവശക്തി രൂപത്തിൽ ഇരിക്കുന്നത്. അതാണ് ആ കൈലാസത്തിൽ ബൈന്ദവകലയിൽ ശിവശക്തി രൂപിണിയായി സഹസ്രത പത്മത്തിൽ ഇരിക്കുന്നു എന്ന് പറയുന്ന കാര്യം. ലളിതാംബികായേ നമഃ. ലളിത എന്ന് പറഞ്ഞാൽ ലീലയാ, എല്ലാ അകത്തും പുറത്തും ലീലയാടുന്നവൾ അർത്ഥം. ലളിതമായി ആരാധിക്കാൻ പറ്റുന്നവൾ അമ്മ. ഇതാണ് പദം. അപ്പൊ ആദ്യം ശ്രീമാത്രേ നമഃ, അവസാനം ലളിതാംബികായ നമഃ. 1ഉം 1000ഉം അമ്മ എന്ന് വിളിച്ച് നമ്മൾ ആരാധിച്ചു കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള പദങ്ങളെല്ലാം ദേവിയെ വിളിക്കുന്നതിന് എന്തെങ്കിലും അബദ്ധമായി ഉച്ചരിച്ചാലും അതുകൊണ്ട് ശിക്ഷയൊന്നും നമുക്ക് കിട്ടില്ല. ആരും പേടിക്കണ്ട. ധ്യാന ശ്ലോകം പറയുമ്പോൾ പോലും ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയി. സിന്ദൂരാരുണ വിഗ്രഹാം പ്രണയനാം മാണിക്യമൗലിസ്ഫുരത് താരാനായക ശേഖരാം സ്മിതമുഖീം ആപീനവക്ഷോരുഹാം. ഇങ്ങനെ പറഞ്ഞ പ്രശ്നമേ ഇല്ല. അല്ലെങ്കിൽ താരാനായക ശേഖരാം സ്മിതമുഖീം ആപീനവക്ഷോരുഹാം. അല്ലാതെ താരാനായക ശേഖരിയും സ്മിതമുഖി മാപീനവക്ഷോരുഹാം എന്ന് പറയാൻ പാടില്ല. ആപീനവക്ഷം പറഞ്ഞ അപീത കുചാമ്പ എന്ന് സാൻസ്ക്രിറ്റിലെ പേരാണ്. ആരും പാനം ചെയ്യാത്ത സ്ഥലത്തോട് കൂടിയവൾ. അപ്പൊ അങ്ങനെയുള്ളപ്പോ മാപീനവക്ഷോരുഹ എന്ന് പറഞ്ഞാൽ ഞാൻ പാനം ചെയ്തു എന്നായിപ്പോ. താരാനായക ശേഖരാം സ്മിതമുഖീം, നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങളുള്ള ഭംഗിയാ മുഖത്തോട് കൂടിയവളും ആരും പാലം ചെയ്യാത്ത സ്ഥലത്തോട് കൂടിയവളും ഇങ്ങനെയൊക്കെയാണ് ധ്യാനിക്കുന്നത്. കാരണം എന്താ? ദേവിയുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ സാധാരണ സ്ത്രീരൂപമല്ല. ഞാൻ ഫസ്റ്റില് പറഞ്ഞിട്ടുണ്ട്, കണ്ണ്, കാതിടത്തോട് സ്ഥലം, ഇതെല്ലാം സൂര്യചന്ദ്രന്മാരെ കുറിക്കും. സൂര്യൻ എന്ന് പറഞ്ഞാൽ ആത്മാവ്, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനസ്സ്. ഇതൊരു ഗോളം. സൂര്യൻ എന്ന് പറഞ്ഞാൽ ആത്മാവ്, ചന്ദ്രൻ പറഞ്ഞാൽ മനസ്സ്. ആത്മികമായ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. കുട്ടികളുടെ കഥകളായിട്ട് പറയുമ്പോൾ ഇതിന് ദൈവം, ചന്ദ്രൻ ദൈവം, അവർ വിചാരിച്ചിട്ട് എന്തോ വിചാരിച്ചോണ്ട് പോട്ടെ. പക്ഷേ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനസ്സ്, സൂര്യൻ എന്ന് പറഞ്ഞാൽ ആത്മാവെന്നർത്ഥം. അതുകൊണ്ടാണ് അവിടെ ലളിതാംബികായ അമ്മ എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റായി ഉച്ചരിച്ചാലും അത് കുറച്ചും കൂടി നിരപായ നിരപായ എന്ന് പറയുന്നത് നിരപായ എന്ന് പറയാൻ എന്താണ് പ്രയാസം? സ്വല്പം ശ്രദ്ധിച്ചാൽ പോലെ നിരപായ എന്നുള്ളത്. ഈ പറഞ്ഞ 1000 പദത്തിന്റെയും അർത്ഥങ്ങൾ യൂട്യൂബില് ഭംഗിയായിട്ട് നിങ്ങൾ കിട്ടും. ദുർഗാ പരമേശ്വരി സത്സംഗം എന്നാണ് ചാനലിന്റെ പേര്. അതിൽ D ക്യാപിറ്റൽ പരമേശ്വരി RW
ഒരു സ്പേസ് വിട്ട് സത്സംഗം ജസ്റ്റ് അടിച്ചാൽ നിങ്ങൾക്ക് അതിൽ കിട്ടും. മലയാളം അറിയാവുന്നവർ പുറനാട്ടുകരയുടെ പുസ്തകം വാങ്ങാം. രാമകൃഷ്ണ പുറനാട്ടുകരയുടെ പുസ്തകം വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതിയിരിക്കുകയാണ്. ഈ പ്രഭാഷണത്തിൽ കേട്ട വസ്തുക്കളെല്ലാം അതിലുണ്ടാകണമെന്നില്ല. പല ഗ്രന്ഥങ്ങൾ റെഫർ ചെയ്തിട്ടാണ് അത് പറയുന്നത്. എങ്കിലും അത്യാവശ്യം വാക്കുകൾ എങ്ങനെ ഉച്ചരിക്കണമെന്ന് മനസ്സിലാക്കാനുള്ള കാര്യം ഇതിൽ നിന്നും നമുക്ക് കിട്ടും. ഈ 9 ദിവസം 1000 പദത്തിൻ്റെ ഭാഷ്യം കഴിവിൻ്റെ പരമാവധി അത് പറഞ്ഞതായിട്ടാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും അത് പ്രയോജനപ്പെട്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഈ 1-2 കാര്യങ്ങൾ കൂടി. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ അപരാധം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ ജഗജഗ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. നമ്മൾ ചെയ്യുന്നതിനെല്ലാം പ്രായശ്ചിത്തമായിട്ട് ഒരേ ഒരു ശ്ലോകം രചിച്ച് തന്നിരിക്കുകയാണ്. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണ നയനജം വാ മാനസം വാ അപരാധം. കരങ്ങൾ കൊണ്ടോ ചരണങ്ങൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനസ്സുകൊണ്ടോ ഞാൻ എന്തെങ്കിലും അപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിക്കണം. അതുമാത്രമല്ല വിഹിതം അവിഹിതം വാ സർവമേതക്ഷമസ്വ. വിഹിതം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത്, അവിഹിതം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല. ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിലും പാപം, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്താലും രണ്ടുമുണ്ട്. അപ്പൊ എന്താണ് വിഹിതം, എന്താണ് അവിഹിതം? പൂജാമുറിയിൽ ശുദ്ധവൃത്തിയോടുകൂടി പോകണം, അത് വിഹിതം. ശുദ്ധവൃത്തി ഇല്ലാതെ പോയാൽ അത് തെറ്റ് തന്നെയാണ് എന്ന് കരുതി ഈറൻ ഉടുത്തും കൊണ്ട് പൂജാമുറിയിൽ പോവുകയോ വിളക്ക് കത്തിക്കുകയോ നാമം ചൊല്ലുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അത് അവിഹിതം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഉണർന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് മാത്രമേ ഇവിടെ പോകാവൂ. പൂജാമുറിയിൽ കയറരുതെന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മുടെ ഡ്രസ് വെച്ചിരിക്കുന്ന പൂജാമുറിയിലാണെങ്കിലും ഈറനെടുത്തുകൊണ്ട് അകത്ത് കയറാം. പക്ഷെ വിളക്ക് കത്തിക്കുകയോ നാമജപം ചൊല്ലുകയോ ചെയ്യരുത്. ശുദ്ധത്തോടെ പോകേണ്ടത് വിഹിതം. എന്ന് ഈറനെടുത്തുകൊണ്ട് പോയാൽ അത് അവിഹിതം. അപ്പോ ശുദ്ധമില്ലാതെ പോയാലും പാപം, ഈറനെടുത്തുകൊണ്ട് ശുദ്ധമാണെന്ന് വിചാരിച്ചുകൊണ്ട് അകത്ത് പോയാലും അതും പാപം തന്നെയാണ്. ഇതാണ് വിഹിതം അവിഹിതം. അതുപോലെ യാതൊരു കാരണവശാലും വിളക്ക് കത്തിക്കുമ്പോൾ ശൂന്യനെത്തിയായി കത്തിക്കാൻ പാടില്ല. എന്തെങ്കിലും 3 വസ്തുവിലേ ഉള്ളൂ: ഉദരം, ചന്ദനം, കുങ്കുമം, ഭസ്മം. ചന്ദനം വിഷ്ണുവിന്റെ അംശമായി കാണിക്കുന്നത്, കുങ്കുമം ദേവിയുടെ പ്രസാദമായി കാണിക്കുന്നത്, ഭസ്മം ശിവന്റെ അംശമായി കാണിക്കുന്നത്. എന്തിനാണ് ഭസ്മം ഇടുന്നത്? ഓരോ പ്രാവശ്യം ഭസ്മം ഇടുമ്പോൾ മനസ്സിൽ നിലയ്ക്കണം, അവസാനം എന്റെ ഗതി ഇത് തന്നെയാണ്, അല്ലേ? എല്ലാം all that remains of Kamala is a handful of ashes. ജവഹർലാൽ നെഹ്റു പറഞ്ഞു എന്ന് പറയും. എത്ര വലിയ ബുദ്ധിമാനായാലും ശരി, പണക്കാരനായാലും ശരി, സുന്ദരനായാലും ശരി, വലിയ സാമർത്ഥ്യശാലി ആയാലും ശരി, നേരത്തെ പറഞ്ഞ ഒരു സ്കാവഞ്ചർ മുതൽ പ്രൈം മിനിസ്റ്റർ വരെ ആരായാലും ശരി, അവസാനം എന്താവും? ഒരു പിടി ചാമ്പൽ. ഇനിയൊരു താല്പര്യം ഭസ്മത്തിന്. ഏത് വസ്തുവിനെ നമ്മൾ കത്തിച്ചാലും എന്ത് നിറമുള്ളത്, ഇപ്പൊ ഇവിടെ തന്നെ പല നിറത്തിലുള്ള കസേരയുണ്ട്, എല്ലാം കഴിഞ്ഞ് വസ്ത്രത്തിന് പല നിറത്തിലുള്ള വസ്ത്രമുണ്ട്. ഏത് വസ്ത്രത്തെ, ഏത് നിറത്തെ കത്തിച്ചാലും അവസാനം എന്താണ്? ചാമ്പൽ, ഒറ്റ നിറം. നാനാത്വത്തിൽ ഏകത്വം, അതാണ് ബ്രഹ്മം. നോക്കൂ, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവിൽ പോലും ഇതിനെ കൊണ്ടുവരുന്നതാണ് നമ്മുടെ ശാസ്ത്രം. അത്ര കണ്ട് വാല്യുബിൾ ആണ് ഹിന്ദു. ആ വസ്ത്രം എടുത്ത് നെറ്റിയിൽ ഇടുമ്പോൾ നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ഉണർവ് വരണം. അവസാനം എല്ലാവരും ഇത് തന്നെ എന്ന് പറഞ്ഞാൽ ആ അഹങ്കാരം അവിടെ ഇല്ലാതാകും. ഞാൻ 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 എന്നുള്ള ഭാവം വേണ്ട. എത്ര ഞാൻ ഞാൻ കാണിച്ചാൽ അവസാനം, അല്ലേ,
എത്ര വീടുണ്ടെങ്കിലും ശരി 2300 സ്ക്വയർ ഫീറ്റ് എല്ലാം AC വലിയ ഗ്രാനൈറ്റ് വെച്ചെല്ലാം ചേർത്താലും അവസാനം കൊണ്ട് വെക്കുന്നത് എവിടെ? ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീടാണ്. അടുക്കളയിൽ ഒരു കുഴിയെടുത്ത് അതിൽ കൊണ്ട് വെക്കുമോ? ഇല്ല. 6 അടി മണ്ണ് നമുക്ക് അത്രയേ ഉള്ളൂ. എന്റെ അവസാനം ഇതാണ് ഭസ്മം. ചന്ദനം, കുങ്കുമം, ഭസ്മം ഏതെങ്കിലും ഒന്ന് നെറ്റിയിലിട്ടിട്ട് പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുകയോ ചെയ്യാവൂ. അങ്ങനെ ചെയ്താൽ അത് വിഹിതം. നെറ്റിയിൽ ഒന്നുമില്ലാതെ ശൂന്യനെത്തിലൂടെ ചെയ്താൽ അത് അവിഹിതം. അപ്പൊ ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ പാപം, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്താലും പാപം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ ഏതെല്ലാമാണ് വിഹിതം, ഏതെല്ലാമാണ് അവിഹിതം, നമ്മൾ ഒരു അനലൈസ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഇതുവരെ ചെയ്തതെല്ലാം പോട്ടെ, അറിയാതെ ചെയ്തു പോയെന്നൊന്നും ദുഃഖിക്കണ്ട. ഇനി ചെയ്യുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ട് ചെലവാക്കണം. അതുപോലെ വിളക്ക് അണയ്ക്കുന്നത്, ഒരിക്കലും പൂജാമുറിയിൽ വിളക്ക് കത്തിച്ചാൽ കൈകൊണ്ട് ഇങ്ങനെ അണയ്ക്കാൻ പാടില്ല, ചെയ്യരുത്. ഇത് ഒരുമാതിരി ശാസിക്കുന്ന മാതിരി, അടിക്കുന്ന മാതിരി, പോന്ന് വിരട്ടുന്ന പോലെ ആവും. ചെയ്യരുത്. വിളക്ക് എങ്ങനെ അണയ്ക്കും? എത്രയോ വഴികളുണ്ട്. ആ തീപ്പെട്ടി കൊള്ളി കൊണ്ട് പതുക്കെ ആ തിരിയെ ഉള്ളില് ബാക്കിലാക്കിയാൽ അത് എണ്ണയിൽ മുങ്ങുമ്പോൾ തന്നെ തീനാളം കെട്ടുപോകും. അല്ലെങ്കിൽ ഒരു പുഷ്പം എടുത്ത്, പുരിയുന്ന പുഷ്പം എടുത്ത് വെക്കാം. ഏതെങ്കിലും രീതിയിൽ വിളക്ക് അണയ്ക്കണം, വെച്ചിട്ട് പോകരുത്. പക്ഷേ ഒരിക്കലും കൈകൊണ്ടാട്ടി അണയ്ക്കരുത്. വിളക്ക് അണയ്ക്കാതെ പോയാൽ അവിഹിതം. വിളക്ക് അണയ്ക്കണം, വിഹിതം. അണയ്ക്കുന്നത് കൈകൊണ്ട് അണച്ചാൽ അവിഹിതം, അല്ലെങ്കിൽ അത് വിഹിതം. ഇതാണ് വിഹിതം അവിഹിതം വാ സർവമേത ക്ഷമസ്വ. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന അറിഞ്ഞുകൊണ്ട് എല്ലാത്തിനും ക്ഷമാപണം ചോദിക്കുകയാണ് ആ ശ്ലോകം. സ്നാനം, കുളിക്കുന്നത്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എത്രത്തോളം പറ്റുമോ അത്രത്തോളം നമ്മൾ പ്രാക്ടീസിൽ കൊണ്ടുവരണം. ഒന്നുകിൽ കിഴക്ക് നോക്കി നിന്ന് കുളിക്കണം, അല്ലെങ്കിൽ പടിഞ്ഞാറ് നോക്കി നിന്ന് കുളിക്കണം, അല്ലെങ്കിൽ വടക്ക് നോക്കി നിന്ന് കുളിക്കണം. ഒരിക്കലും തെക്ക് നോക്കി നിന്ന് കുളിക്കാൻ പാടില്ല. സാധാരണ വീടുകളെല്ലാം കിഴക്ക് നോക്കിയായിരിക്കും നട വയ്ക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പ്ലാൻ വരച്ച് വരുന്ന സമയത്ത് റെക്ടാങ്കുലർ ഷേപ്പിൽ ബാത്റൂം വന്നാൽ ആ ബാത്റൂമിന്റെ പൈപ്പെല്ലാം വടക്ക് നോക്കിയിരിക്കും. അപ്പൊ നമ്മൾ പൈപ്പിന് അഭിമുഖമായി ഇങ്ങോട്ട് തന്നെ പൈപ്പ് ഇരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് അഭിമുഖം തെക്കോട്ട് നോക്കി നിന്ന് നിൽക്കേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൈപ്പിൽ വെള്ളം നിറച്ചിട്ട് കുളിക്കുന്ന സമയത്ത് ഒന്നിന് ഈ സൈഡിൽ ആ സൈഡ് നോക്കി നിന്ന് ബക്കറ്റിൽ ഇങ്ങനെ കോരിയെടുത്ത് കുളിക്കണം. പൈപ്പിന് അഭിമുഖമായി നിന്ന് കുളിക്കരുത്. തെക്ക് നോക്കി കുളിക്കാൻ പാടില്ല. ഉറക്കം, കിടന്നുറങ്ങുന്നത്, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഉണ്ട്. പലതും സയന്റിഫിക് ആയിട്ടുള്ള പ്രൂഫാണ്. സ്വന്തം വീടാണെങ്കിൽ കിഴക്ക് തല വെച്ച് കിടക്കണം. വീട്ടിലെ അവസ്ഥ എങ്ങനെയെന്ന് അറിയില്ല. ഫ്ലാറ്റ് സിസ്റ്റം ഒക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങനെയൊന്നും നോക്കി ബെഡ്റൂം ഒന്നും നമുക്ക് ഇടാൻ പറ്റൂല. ഫാൻ എവിടെയുണ്ടോ, AC എവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ആ രീതിയിൽ കിടക്കാൻ പറ്റുള്ളൂ. പോട്ടെ, കഴിയുന്നതും സൗകര്യമുണ്ടെങ്കിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാം. സ്വന്തം വീട് കിഴക്ക്. എവിടെയെങ്കിലും പോയി നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിൽ താമസിച്ചാൽ അവിടെ പടിഞ്ഞാറ്. ഈ ഹോട്ടലോ സത്രമോ ടെമ്പററിയായി താമസിച്ചാൽ അവിടെ തെക്ക് തലവെച്ച് കിടക്കാം. പേടിക്കണ്ട, യമൻ കൊണ്ടൊന്നും പോവില്ല. യാതൊരു കാരണവശാലും വടക്ക് തലവെച്ച് കിടക്കാൻ പാടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വടക്ക് നോർത്ത് പോളും നമ്മുടെ ബുദ്ധിയും തമ്മിൽ കണക്ഷൻ ആയി കഴിഞ്ഞാൽ ആ ബ്രെയിനിന്റെ കപ്പാസിറ്റി കുറഞ്ഞു പോകും. എത്ര ബുദ്ധി ഉണ്ടെങ്കിലും ആ ബുദ്ധി വടക്ക് തലവെച്ച് കിടക്കുന്നത് കൊണ്ട് ഇല്ലാതാകും. പിന്നെ കഥയായിട്ട് പറയും, ദക്ഷന്റെ തല വെട്ടിയപ്പോൾ ആ ഭൂതങ്ങളോട് പറയുന്നു, വടക്ക് തലവെച്ച് കിടക്കുന്ന ഒരെണ്ണത്തിന്റെ ശിരസ് എടുത്തുകൊണ്ട് വരാൻ പറയും. അങ്ങനെ ഒരു ആട് അവിടെ വടക്ക് തല വെച്ച് മരിച്ചു കിടന്നു, ആടിന്റെ തല കൊണ്ട് വെച്ചു എന്നൊരു കഥയായിട്ട് പറയും. അതൊന്നും അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നോക്കൂ, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശാസ്ത്രം എന്നല്ലാതെ ഇത് നിർബന്ധമല്ല. യാതൊരു കാരണവശാലും വടക്ക് തല വെച്ച് നോക്കുക. ബാക്കി എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ. പറ്റുമെങ്കിൽ സ്വന്തം വീട്ടിൽ കിഴക്ക്, സ്വന്തക്കാരുടെ വീട്ടിൽ പോയാൽ പടിഞ്ഞാറ്. സ്വന്തവുമല്ല ബന്ധവുമല്ല, ടെമ്പററി ആയിട്ട് പോയി താമസിക്കുന്നു ഒരു ലാട്ടിൽ. അവിടെ പോയാൽ അവൻ കട്ടിലെല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കും. ഞാൻ ലളിതാസനത്തിൽ ഉപന്യാസം കേട്ട ആളാണ്. എനിക്കിപ്പോ തെക്ക് തല വെക്കണമെന്ന് പറഞ്ഞാൽ കട്ടില് മാറ്റിയൊന്നും അവൻ ഇടൂല.
ഒരു ദിവസം കിടന്നോളൂ, കുഴപ്പമില്ല, ടെമ്പററി ആണല്ലോ. പക്ഷെ സ്വന്തം വീട്ടിൽ നമുക്ക് മാക്സിമം അത് ചെയ്യാം. നമസ്കാരം. ഈ നമസ്കരിക്കുമ്പോൾ പലരും ഒരു കാലിന്റെ പുറത്ത് ഒരു കാല് വെച്ച് നമസ്കരിക്കും. ശരിക്കും നമസ്കാരത്തിന്റെ രീതി അത് തന്നെയാണ്, ഞാൻ തർക്കിക്കുന്നില്ല. അറിയാതെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇടതുകാലം വെച്ച് ഇടതുകാലിന്റെ പുറത്ത് വലതുകാലം തൂക്കി വെച്ചിട്ട് നമസ്കരിക്കും. നിങ്ങൾ നോക്കൂ, 100 പേർ നമസ്കരിച്ചാൽ 98 പേര് ഇങ്ങനെയാണ് നമസ്കരിക്കുന്നത്. വലത് എന്ന് പറഞ്ഞാൽ കർമ്മത്തെ കുറിക്കും, ഇടത് എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തെ കുറിക്കും. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? സത്യമായ വസ്തു ബ്രഹ്മം എന്നുള്ള ഉണർവാണ് ജ്ഞാനം. അപ്പൊ ഇടത് കൈക്ക് മുകളിൽ വലത് കൈ വെച്ച് കഴിഞ്ഞാൽ അവിടെ കർമ്മത്തിനല്ലേ പ്രാധാന്യം. വീണ്ടും വീണ്ടും ജനിച്ചോ, കർമ്മം അനുഭവിച്ചോ, മാസ്ക് ഇട്ടോ, സാനിറ്റർ ഉപയോഗിച്ചോ, ജീവിച്ചുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒന്നും അറിഞ്ഞുണ്ടെങ്കിൽ മിണ്ടാതെ 2 കാലം ഒരേപോലെ വെച്ച് നമസ്കരിച്ചാൽ അവന് പ്രശ്നമേ ഇല്ല. അഥവാ ഒരു കാലിന്റെ പുറത്ത് ഒരു കാലം വെക്കുകയാണെങ്കിൽ വലത് കാലിന്റെ പുറത്ത് ഇടത് കാലം വെക്കണം. എപ്പോഴും ഇടത് മുകളിൽ ഓങ്ങി നിൽക്കണം, ഇടത് ഓങ്ങി നിൽക്കണം. കേരളത്തിൽ ഇടതെന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ തോന്നും, പക്ഷെ ഇവിടെ ഇടതെന്ന് ഉദ്ദേശിക്കുന്നത് ജ്ഞാനം, ഇടത് കാലാണ് ഓങ്ങിയിരിക്കുന്നത്. ഇതാണ് നമസ്കാരത്തിലുള്ള കാര്യം. എന്താണ് നമസ്കാരം? ഞാനെന്ന ഭാവമില്ലാതെ ടോട്ടലി സറണ്ടർ ടു ദ ഡിവിനിറ്റി. അതാണ് നമസ്കാരം. അങ്ങനെ സറണ്ടർ ആവില്ല എന്നുള്ള ആഗ്രഹം നെട്ടിലിരിക്കുന്നവനാണ് രാവണൻ. ഞാൻ എന്ന അഹങ്കാരം. അവന്റെ കഴുത്ത് വെട്ടിയാലും അവന്റെ ശരീരം മലർന്നേ വീഴുള്ളൂ, കമിഴ്ന്ന് വിടൂല എന്ന് പറയും. കമിഴ്ന്ന് വീണ് കഴിഞ്ഞാൽ തല പടങ്ങിയ പോലെ ആവൂലേ, സറണ്ടർ ആവൂലേ? ഇതാണ് നമസ്കാരം. അപ്പൊ നമസ്കാരം ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സാധാരണ ആണുങ്ങളാണെങ്കിൽ നീണ്ടു നിവർന്ന് സാഷ്ടാംഗ നമസ്കാരം ചെയ്യും, പെണ്ണുങ്ങളാണെങ്കിൽ പഞ്ചാംഗ നമസ്കാരം, കൈമുട്ടും കാൽമുട്ടും, ഇത് മാത്രം. എന്തുകൊണ്ട് സ്ത്രീകൾക്ക് സാഷ്ടാംഗ നമസ്കാരമില്ല? 3 വസ്തുക്കൾ ഭൂമിയിൽ സ്പർശിക്കാൻ പാടില്ല. ഒന്ന് മണിയുടെ നാക്ക്. അത് പൂരിക്കുള്ള മണി എന്തെങ്കിലും ഒരു പ്ലേറ്റോ ഒരു ഇലയോ എങ്കിലും വെക്കണം. അതിന്റെ നാക്ക് ഭൂമിയിൽ സ്പർശിക്കാൻ പാടില്ല. വേദപുസ്തകം, മന്ത്രപുസ്തകം എല്ലാം തറയിൽ വെക്കാൻ പാടില്ല. ഒന്നുകിൽ ഒരു തുണി വിരിച്ച് അതിന്റെ പുറത്ത് വയ്ക്കണം. 3 സ്ത്രീകളുടെ സ്ഥലം ഭൂമിയിൽ പഠിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അവർക്ക് പഞ്ചാംഗ നമസ്കാരം. ഇങ്ങനെ നെറ്റിയും കൈമുട്ടും കാൽമുട്ടും മാത്രമേ ഉള്ളൂ പഞ്ചാംഗ നമസ്കാരം. ഈ പഞ്ചാംഗ നമസ്കാരം ചെയ്യുമ്പോഴും സ്ത്രീകൾ കാല് മാറ്റി വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എവിടെ കണ്ടാലും അവരെ വിളിച്ച് പറയും. ആദ്യം എവിടെയാണ് താമസം എന്ന് ചോദിച്ച് അവർ റെസ്പോണ്ട് ചെയ്യുന്ന ആളാണോ എന്ന് കൺഫേം ചെയ്ത ശേഷം കാര്യം പറയും. എവിടെയാണ് താമസം ചോദിച്ചാൽ കുറച്ച് ദൂരെ എന്ന് പറഞ്ഞിട്ട് പോയാൽ അവർക്ക് ഇഷ്ടമില്ല എന്നർത്ഥം. ശരി, എന്തെങ്കിലും ആരെങ്കിലും പറയട്ടെ എന്ന് വിട്ടേക്കും, അല്ലെങ്കിൽ കാര്യം പറയും. നമ്മൾക്ക് എവിടെയാണ് താമസം ചോദിച്ചാൽ അവരുടെ വീട്ടിൽ ഊണ് കഴിക്കാൻ പോകാൻ വേണ്ടി അല്ലല്ലോ ചോദിക്കും. എന്തോ ഒരു കാര്യം പറയാനാണെന്ന് മനസ്സിലാവണ്ടേ. പക്ഷേ ഒരിക്കലും ഇടതുകാല് അടിയിലും വലതുകാല് മുകളിലും വരരുത്. വലതുകാലിന്റെ മുകളിൽ ഇടതുകാലം വെച്ച് നമസ്കരിക്കണം. വിടൽ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. വിടൽ എന്ന് പറഞ്ഞാൽ വടൽ, തേങ്ങ അടിക്കുന്നത്. എന്തിനാണ് തേങ്ങ അടിക്കുന്നത്? നമ്മൾ എന്തൊരു കാര്യം തീരുമാനിച്ചാലും അത് വിഘ്നമില്ലാതെ നടക്കണം. എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഈ തേങ്ങ എങ്ങനെ തുണ്ടുതുണ്ടായി തെറിക്കുന്നു അതേപോലെ എന്റെ വിഘ്നങ്ങളും പോകട്ടെ എന്ന് പറഞ്ഞാണ് അടിക്കുന്നത്. അതിനുവേണ്ടി അവിടുന്ന് തേങ്ങ വാങ്ങി തലയിൽ 3 ചുറ്റി ഗണപതിക്ക് അടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ തലയെ ചുറ്റി ഗണപതിക്ക് അടിക്കുന്നതിന് അങ്ങനെ പാപം അനുഗ്രഹിക്കാനായിട്ട് പ്രാർത്ഥിച്ചടിച്ചാൽ പോയി. തലയെ ചുറ്റേണ്ട കാര്യമൊന്നുമില്ല. തേങ്ങ അടിച്ചിട്ട് തേങ്ങ പൊട്ടിത്തെറിച്ചാൽ അങ്ങനെ പുറകോട്ട് വന്ന് തൊഴുത് വെളി ഇറങ്ങിയേക്കണം. അവിടെ ഇരുന്നു കൊണ്ട് അവൻ തരും, കൈനിട്ട് വാങ്ങിച്ച് വെളിയിൽ കൊണ്ടുവന്ന് ഇടിച്ച് അല്ല തിന്നരുത്. കാരണം എന്താ? വിഘ്നങ്ങൾ പോകട്ടെ എന്ന് പറഞ്ഞല്ലേ അത് അടിക്കുന്നത്. അപ്പൊ വിഘ്നങ്ങൾ തുണ്ടായി ചെതറി കിടക്കുന്നു. ഈ ഓരോ തുണ്ടും ഓരോ വിഘ്നത്തിന് ഓരോ അംശമാണ്. അതിനെ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ഭക്ഷണമായിട്ട് കഴിച്ചാൽ നെൽകൃഷി പോലെ ആയിരിക്കും. വീണ്ടും അതും രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളടിച്ച തേങ്ങയല്ല കിട്ടുന്നത്, ആരോ അടിച്ചത്. മാധവൻകുട്ടി അടിച്ച തേങ്ങ കൃഷ്ണൻകുട്ടിക്ക് കിട്ടും, മാധവൻകുട്ടിയുടെ പാവം മുഴുവൻ കൃഷ്ണൻകുട്ടിക്ക് കിട്ടും. ഞാൻ തമാശ പറയുകയല്ല. വിടൽ അത്
വിട്ടേക്കണം, കളഞ്ഞു, പിന്നെ അതിൽ നിന്ന് എന്തിനാ എടുത്തോണ്ട് വരുന്നത്? ഒരിക്കലും ചെയ്യരുത്. പ്രത്യേകിച്ച് വലിയ വലിയ അമ്പലങ്ങളിൽ പോയാൽ അവർ വഴക്ക് പറയും, നിങ്ങൾ അതൊന്നും കേൾക്കണ്ട, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ മതി, കാണിച്ച് അടിക്കരുത്. ഇതെല്ലാമാണ് വിഹിതം അവിഹിതം. ഒരുപാടുണ്ട് പറയാൻ, കുറച്ച് മാത്രം ഞാൻ പറയാം. കാരണം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മണിക്കൂർ കണക്കിന് സംസാരിക്കേണ്ടി വരും. ഏതൊരു കാര്യവും എങ്ങനെ ചെയ്യണം എന്ന് നോക്കി ചെയ്താൽ അത് പൂർണ്ണതയിലോട്ട് പോകും. ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. പുഷ്പം കൊണ്ടുള്ള അർച്ചന. നാളെ ഇവിടെ രക്ഷാർച്ചനയുണ്ട്. ആർക്കെല്ലാം സാധിക്കുമോ അവരെല്ലാം വന്നാൽ വളരെയേറെ സന്തോഷമായിരിക്കും. രക്ഷാർച്ചന എന്ന് പറഞ്ഞാൽ ഒരാവർത്തി ലളിതാ സഹസ്രനാമ അർച്ചന കഴിഞ്ഞാൽ 1000 അർച്ചനയാവും. അങ്ങനെ 100 പേര് അർച്ചിച്ചാലേ രക്ഷാർച്ചനയാവുള്ളൂ. 100 പേര് ഒരുമിച്ചിരിക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല. പക്ഷെ 50 പേർക്കൊക്കെ സുഖമായിട്ടിരിക്കാം, അല്ലെങ്കിൽ 35 പേർക്ക് തീർച്ചയായിട്ടും ഇരിക്കാം. 3 ആവർത്തി അർച്ചനയുള്ളൂ. 35 പേരിരുന്ന 3 ആവർത്തിയിൽ 1,00,000 തികയും. 100 പേര് തികയും. 50 പേരിരുന്ന 2 ആവർത്തിയിൽ 50 തികയും. നേരത്തെ തീർക്കുകയും ചെയ്യാം. ഈ പുഷ്പം അർച്ചിക്കുമ്പോൾ ആ പുഷ്പത്തെ എടുത്ത് ശ്രീമാത്രേ നമഃ, ശ്രീ മഹാരാജ്ഞേ നമഃ ഇങ്ങനെ ഇടണം. അല്ലാതെ പുസ്തകത്തിന് ശ്രീമാത്രേ നമഃ, ശ്രീ മഹാരാജ്ഞേ നമഃ ഇടരുത്. നിങ്ങൾ ഇങ്ങനെ ഇട്ടാൽ നിങ്ങളത് പൂജിച്ചു കഴിഞ്ഞു. ഇതാണ് ദേവി, ശ്രീമാത്രേ നമഃ. അപ്പൊ ഈ പൂജിച്ച പുഷ്പ നിർമ്മാല്യത്തെ കൊണ്ട് അവിടെ ഇടുന്നതിന് ആലോചിച്ചു. ഏത് ക്ഷേത്രത്തിൽ പോയാലും വിളക്ക് പൂജ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ആളുകൾ ചെയ്യുന്നത്. ആരാണ് ഈ സമ്പ്രദായം ഉണ്ടാക്കിയെന്ന് അറിയില്ല. പണ്ട് പൂജാ കാര്യങ്ങളെല്ലാം ഇന്ന ആളുകൾ ചെയ്യും, അത് നോക്കി മറ്റുള്ളവരെ ആനന്ദിക്കും, അവരെ കൊണ്ട് ചെയ്യിക്കും. അങ്ങനെ ആയിരുന്നു കാലങ്ങൾ. ഭക്തി മൂത്ത് വന്നപ്പോൾ എല്ലാവർക്കും എല്ലാം ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യവും ഒരു സൗകര്യവും വന്നുപോയി. നല്ലതാ, തെറ്റല്ല. ഇന്നാൾക്ക് പൂജിക്കാവെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ പൂജ വേദമന്ത്രത്തോടെ ചെയ്യുന്നത് പുരുഷന്മാർ, സ്ത്രീകൾ ചെയ്യാനായിട്ട് അവർക്ക് പൂജയ്ക്ക് വിധികളുണ്ട്. ഇപ്പൊ നാളെ വൈകുന്നേരം തെക്കേതിൽ ശങ്കരമഠത്തില് ദുർഗാലക്ഷ്മി സരസ്വതി വിളക്ക് പൂജയുണ്ട്. ഞാനാണ് എല്ലാ വർഷവും ചെയ്യിക്കുന്നത്. 10-35 അമ്മമാര് വരും. അവർക്കെന്നൊരു പദ്ധതിയുണ്ട്. ശ്ലോകം ചൊല്ലി ഓരോന്നും ചെയ്യുന്നു. പാദ്യം അർഘ്യം മാജമനിയും ഷോഡശോപചാരം ചെയ്ത് പൂജ ചെയ്യുന്നതുണ്ട്. അതുകൊണ്ട് മുന്നാളെ ചെയ്യാവുന്നല്ല. പക്ഷെ ആ സമയത്ത് അവരവരുടെ ഇഷ്ടത്തിന് അവർ മാറ്റും. അതൊരിക്കലും ചെയ്യരുത്. ഞാൻ മറ്റേ തവവിലോകന പറഞ്ഞ മാതിരി തവവിലോകന കൃഷ്ണ. എന്തിനാണ് കൃഷ്ണ? ഭട്ടതിരി എഴുതാത്തത് നമ്മൾ എന്തിനാ പറയുന്നത്? നമ്മൾ ഭട്ടതിരിയേക്കാളും വലുതാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. നാരായണീയ ഹംസം എന്ന് പേര് വെച്ചിട്ട് ഭട്ടതിരിയേക്കാളും വലുതാണെന്ന് അവർ പറയട്ടെ, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ഭട്ടതിരി പറയാത്തതൊന്നും നമ്മൾ പറയരുത്. അദ്ദേഹം പറഞ്ഞ 100 ശ്ലോകം പറയാനേ നമുക്ക് സമയം കിട്ടുന്നില്ല. ഇതിൻ്റെയൊക്കെ അഡീഷണൽ ആയിട്ട് കൊണ്ട് ചേർക്കുന്നത് എന്തിനാണ്? ഇങ്ങനെ ഏതോ ഒരു സമ്പ്രദായത്തിൽ വന്നതാണ് പുഷ്പത്തെ എടുത്ത് ഇവിടെ പിടിച്ചിങ്ങനെ ഇടുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നാളെ അർച്ചിക്കുമ്പോൾ അതുപോലെ തന്നെ പുഷ്പങ്ങളെടുത്ത് നേരെ അക്ഷതയായാലും കുങ്കുമമായാലും എടുത്ത് അങ്ങനെ ഇട്ടാൽ മതി. ഒരിക്കലും നമ്മളത് രുചിച്ച് നോക്കിയിട്ട് കൊടുത്ത പോലെ വരരുത്, അർച്ചിച്ച് നോക്കിയിട്ട് കൊടുത്ത പോലെ വരരുത്. അതാണ് നോക്കേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് അറിയിക്കണം എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ എനിക്കെല്ലാം അറിയാം, മറ്റുള്ളവർക്കൊന്നും അറിയില്ല എന്നുള്ള ഭാവത്തിലല്ല. ഞാനും സാധാരണ മനുഷ്യൻ തന്നെയാണ്. ഞാൻ പറഞ്ഞ മാതിരി എന്തോ കുറേ കാര്യങ്ങളൊക്കെ ഗ്രന്ഥം നോക്കി മനസ്സിലാക്കിയത് കൊണ്ടും ഈ ഓൺലൈനിൽ ക്ലാസ്സുകൾ നടത്തുന്നത് കൊണ്ടുമാണ് ഇതൊക്കെ പറയാൻ സാധിച്ചത്. ഞാൻ ഓൺലൈൻ ക്ലാസ് നടത്തുന്നത് ഇന്നല്ല, 2005 മുതൽ ക്ലാസ് തുടങ്ങി. 2020 മുതലാണ് ഓൺലൈൻ ക്ലാസ് ആയത്. ഇപ്പോൾ ദേവി ഭാഗവതവും ശിവപുരാണവും എടുത്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ ക്ലാസ് എല്ലാം വിത്ത് മീനിങ് ആണ്. ഈ ലളിതാ സഹസ്രനാമവും ഞാൻ കിട്ടത്തട്ട 1200 പേരോളം എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തവരുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞ മാതിരി ഒരു ശ്ലോകം 2 ലൈൻ വായിച്ചിട്ട് അതിൻ്റെ ഓരോ പദവും അർത്ഥം പറഞ്ഞാണ് പഠിപ്പിക്കുന്നത്. 6 മാസം 7 മാസമാകും ലളിതാ സഹസ്രനാമം പഠിക്കാം. അപ്പോൾ അത് ഉച്ചരിക്കുമ്പോൾ ആ രീതിയിൽ ഇരിക്കും താല്പര്യം. പിന്നെ ഈ യൂട്യൂബിൽ ഇതെല്ലാം ഇടുന്നുണ്ട്. ധാരാളം 150 വീഡിയോസ് ഉണ്ട്, അത് നോക്കാം. എന്തുകൊണ്ട് ഗണപതിക്ക് കറകയിടുന്നു, കറകി ഗണപതിക്ക് എന്ത് ബന്ധം, ഇതിനുള്ള ഉത്തരം അതിൽ ഗണേശ മഹിമ എന്നുള്ള എപ്പിസോഡിൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ കൃഷ്ണ ജന്മാഷ്ടമി. കൃഷ്ണന് മുമ്പേ ജനിച്ച 6 കുട്ടികളെ കംസൻ അടിച്ചു കൊല്ലുന്നു. ആലോചിച്ച് നോക്കും. പിഞ്ചു കുഞ്ഞ്, ചോര കുഞ്ഞ്.
അതിനെ കല്ലിലടിച്ച് കൊല്ലുന്നതായിട്ട് ഭാഗവതത്തിൽ വർണ്ണിക്കുന്നല്ലോ. ഇത്ര വലിയൊരു പുണ്യമായ ഗ്രന്ഥത്തിൽ ഈ ശിശുഹത്യ എങ്ങനെ വന്നു? കേൾക്കാൻ തന്നെ ഒരു പ്രയാസമില്ലേ എന്ന് ഒരാൾ ചോദിച്ചാൽ അതൊക്കെ പുരാണത്തിലുള്ള, അത് നമ്മൾ പറയാൻ പാടില്ല. അത് എസ്കേപ്പിസം, അറിയില്ല എന്ന് പറയണം. ഈ 6 എണ്ണവും കുട്ടികളല്ല. 6 എണ്ണത്തിനും ശാപമോക്ഷം കൊടുക്കുകയാണ് കംസൻ. അപ്പൊ ഈ 6 എണ്ണം ആര്? ഈ കംസൻ ആര്? ഈ 6 പേർക്ക് കംസൻ തമ്മിൽ എന്ത് ബന്ധം? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൃഷ്ണാവതാരം എന്നുള്ള എപ്പിസോഡിൽ കാണാം. 15 മിനിറ്റ് 20 മിനിറ്റേ വരുള്ളൂ. ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാകും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ദുർഗാ പരമേശ്വരി സത്സംഗം ചാനലിൻ്റെ പേര്. D ക്യാപിറ്റൽ പരമേശ്വരി REE ഒരു സ്പേസ് സത്സംഗം S ക്യാപിറ്റൽ. അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഇവിടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ഇപ്പോൾ പറയാം, നോട്ട് ചെയ്തോളൂ. 9400667316. ഇതിൽ ഹായെന്നൊരു മെസ്സേജ് അയച്ച് നിങ്ങളുടെ പേര് അയച്ചാൽ ഈ ലിങ്ക് ഞാൻ അയച്ചു തരാം. അത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ റൈറ്റിൽ ഫുള്ള് ഡെസ്ക്രിപ്ഷൻ കാണും. അത് നോക്കി സെലക്ട് ചെയ്ത് കാണാൻ സാധിക്കും. ഇത്രയും നാൾ ക്ഷമയോടുകൂടി ഈ പ്രഭാഷണ പരമ്പര ശ്രമിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്നും കിട്ടിയിട്ടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ആ രീതിയിൽ എത്രത്തോളം ജീവിതത്തിൽ ഇതിനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ അത്രത്തോളം കൊണ്ടുവന്ന് നല്ല രീതിയിൽ ഒരു ഇതുപോലുള്ള സംരംഭങ്ങൾ നടക്കുമ്പോൾ അതിലെല്ലാം പങ്കെടുത്ത് കലർമഠം ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും പരിപൂർണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകക്ഷേമാർത്ഥം ഒരു നിമിഷം ധ്യാനം. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ മഹേശ്വരി. നാളെ 8 മണിക്ക് അർച്ചന തുടങ്ങും. അർച്ചനയ്ക്ക് വരുന്നവർ കഴിയുന്നതും നമ്മുടെ ഹിന്ദു മതത്തിലുള്ള ആ ഒരു വേഷവിധാനത്തിൽ വരണം. സാരിയോ സെറ്റുമുണ്ടോ എന്തെങ്കിലും. ആണുങ്ങളെല്ലാം പാൻറ് ഷർട്ട് ഇട്ടുകൊണ്ട് അർച്ചന ചെയ്യരുത്. മുണ്ടും നിങ്ങൾക്ക് വേറെ പാടായിട്ട് ഇരിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഒരു നേരിതെടുത്ത് പുതച്ചോട് കുഴപ്പമില്ല. അതുപോലെ സ്ത്രീകളും ചുരിദാറെല്ലാം ഒഴിവാക്കിയിട്ട്, കാരണം അത് പാൻറ്റിന് സമമാണല്ലോ അല്ലേ? ക്ഷേത്രത്തിന് അനുവദിക്കുന്നു. അത് എന്ത് കോൺസെപ്റ്റ് എന്ന് എനിക്ക് അറിയുന്നില്ല. ഞാൻ പാൻറ് ഇട്ടുകൊണ്ട് പോയാൽ സമ്മതിക്കില്ല. എൻ്റെ ഭാര്യ ചുരിദാർ ഇട്ടുകൊണ്ട് പോയാൽ അകത്ത് വിടും. അങ്ങനെ ഒരു ഇതായിപ്പോയി. പൂജയിലെങ്കിലും അത് മാറ്റി അവിടെ ആ ഒരു ഭേദമില്ലാതെ ഒരു സാരി എടുത്തുകൊണ്ട് വന്ന്, എന്തെങ്കിലും ഒരു സാരി കാണുമല്ലോ, ഓണത്തിന് ഒരു സെറ്റ് കൊണ്ട് വീട്ടിൽ കാണുമല്ലോ, അത് എടുത്തുകൊണ്ട് വന്ന് അമ്പലത്തിൽ അർച്ചന ചെയ്യുക. ഇല്ല ഞാൻ ചോദ്യം തരട്ടുണ്ടേ വരുള്ളൂ നിർബന്ധിച്ചാൽ സാരമില്ല, വന്നോളൂ, അർച്ചന ചെയ്താൽ മതി. ഈ സ്വാമി ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മറ്റേ ഈ കാലത്തുള്ള ആളൊന്നല്ല, പഴഞ്ച എന്ന് വിചാരിച്ച് വരാതിരിക്കരുത്. എനിക്ക് 50 ആവർത്തിയാക്കണം. ദേവിയുടെ ഒരു കാര്യമാണ്. കാരണം ഒരാളെ കൊണ്ട് ഞാൻ 100 പ്രാവശ്യം ലളിതാ സഹസ്രനാമം അർച്ചന ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമോ? അല്ലെങ്കിൽ സെക്രട്ടറിയെ കൊണ്ട് പറ്റില്ല, പ്രസിഡന്റിനെ കൊണ്ട് പറ്റുമോ? ഇല്ല. നമ്മളെല്ലാവരും ചേർന്ന് ചെയ്താലേ പ്രയോജനമുള്ളൂ. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഒരു 5 മിനിറ്റ് കൂടെ യജ്ഞസമർപ്പണം കഴിഞ്ഞിട്ട് ജ്യോതി
നിർ